എല്ലാവരും പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാൻ പറ്റും? എന്തുവാ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നൊരു ഐഡിയ? എന്റെ മനസ്സിൽ സാമ്പത്തികവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത് എന്നുള്ള. ഓക്കെ, നല്ല ഉത്തരവാണ്. മറ്റ് ഉത്തരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറയാവുന്നതാണ്. മറ്റെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടോ? ആരുടെ ഉത്തരം ഇവിടെ തെറ്റല്ല. സാമ്പത്തിക നന്മകൾ കൊടുത്ത് നമുക്ക് എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്ന് പഠിപ്പിക്കും. നല്ല പോയിന്റാണ്. വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? നമ്മുടെ സഹോദരന്മാരെ റെപ്രസെന്റ് ചെയ്തിട്ട് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ ഒരു പ്രത്യേകത, എല്ലാ പ്രാവശ്യം നമ്മുടെ സഹോദരിമാർ നല്ല ആക്റ്റീവായിട്ട് ചില്ലായിട്ട് നിൽക്കും. സഹോദരന്മാരും കൂടി ഒന്ന് ആക്റ്റീവ് ആകുവാണെങ്കിൽ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്. ആരെങ്കിലും ഒന്ന് സംസാരിക്കാൻ പറ്റൂ? ആർക്കെങ്കിലും ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിലൂടെ നമുക്ക് സാമ്പത്തികമായി ലഭിക്കുന്ന നന്മകളെ കുറിച്ച് ദൈവവചനപ്രകാരം നമുക്ക് പഠിക്കാൻ കഴിയും. അത് കുറച്ചും കൂടെ ഞാൻ നമ്മുടെ പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഉത്തരവാണ്. ഞാൻ ഇനി അധിക സമയം കളയുന്നില്ല, വളരെ വേഗത്തിൽ ഇനി മുന്നോട്ട് പോകാം. പ്രിയമുള്ളവർ, ആരും ഉറങ്ങരുത് കേട്ടോ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ടോപ്പിക്ക് കുറച്ച് ഇൻട്രാക്റ്റീവ് ഒക്കെ ആ, പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്, ആരും ഉറങ്ങി ഒരു വാടി കുഴഞ്ഞിരിക്കരുത്. ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. ഈ ടോപ്പിക്ക് എന്തോന്ന് വെച്ചാൽ ചില നാളുകൾക്ക് മുമ്പാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിലോട്ട് നൽകുവാനായി തരുന്നത്. കാരണം മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും കടന്നു പോകുന്ന ചില പ്രത്യേകമായ മേഖലയാണ് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുന്നൊരു കാര്യമുണ്ട്, പൊവേർട്ടി ടു പ്രോസ്പെരിറ്റി. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. തുടക്കത്തിലെ ഞാനൊരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ക്ലാസ് ഒരു തെറ്റായ രീതിയിലുള്ളൊരു വേദപഠനമല്ല. ഈ ക്ലാസ് കൊണ്ട് നമ്മുടെ മനസ്സിലൂടെ ഇപ്പോൾ ചിലപ്പോൾ ഒരു ചിന്ത വന്നിട്ടുണ്ടാകും, പുള്ളിക്കാരൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രോസ്പെരിറ്റി ആണ്. ഞാൻ പ്രോസ്പെരിറ്റി അല്ല പറയാൻ പോകുന്നത്, വചനത്തിലൂടെ ചില കാര്യങ്ങളെ നമ്മൾ തെളിയിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പൊവേർട്ടി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, പ്രിയമുള്ളവരെല്ലാം നോട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഞാനിങ്ങനെ പ്രസൻറ്റേഷൻ എന്തായാലും ചെയ്യുന്നുണ്ട്, എന്നാലും പ്രിയമുള്ളവർ ഒന്ന് അത് നോട്ട് ചെയ്യണേ നല്ലതാണ്. ഈ പൊവേർട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഇല്ലായ്മ എന്നതാണ്, കുറവ് എന്നതാണ്, അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞാൽ ദാരിദ്ര്യം എന്നൊക്കെയാണ്. അപ്പോൾ ഏതൊക്കെയോ മേഖലകളിൽ ആത്മീകമായിട്ടും ഭൗതികമായിട്ടും നമുക്ക് ചില ഇല്ലായ്മയിലൂടെ കടന്നു പോകുന്നുണ്ടാകും, അല്ലേ? നമ്മളെല്ലാവരും കടന്നു പോകുന്നതായിരിക്കും. ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് നമുക്ക് എന്തുണ്ടാകും, വളരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാകും, പക്ഷേ നമുക്ക് വളരാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ അവിടെ നിന്ന് വളരെ വേഗത്തിലൊന്ന് മുന്നോട്ട് കടന്നു പോവുക. പ്രോസ്പെരിറ്റി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന ഒരർത്ഥമല്ല. അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് അഭിവൃദ്ധി എന്നൊരു കാര്യമാണ്, രണ്ട് ക്ഷേമം. നമ്മൾ പലരോടും ചോദിക്കാറില്ലേ, താങ്കൾ ക്ഷേമമായിരിക്കുന്നോ എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? ക്ഷേമമായിരിക്കുന്നു എന്ന് പറയും. പക്ഷേ അതിൻ്റെ ഒരു ശരിയായ അർത്ഥമാണ് ഇന്ന് രാത്രിക്കാലം നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ മറ്റു ചില അർത്ഥങ്ങൾ സമ്പത്ത്, ക്ഷേമം, ഐശ്വര്യം എന്നൊക്കെയാണ്. ഇതെന്തിനാണ് ഞാൻ പറഞ്ഞതെന്നൊരു കാര്യം, പ്രിയമുള്ളവരെ, ഇനിയാണ് നമ്മുടെ ടോപ്പിക്കിലോട്ട് നമ്മൾ കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് ജീവിതത്തിൽ ആർക്കെങ്കിലും പണം കൊടുക്കുകയോ കടം വാങ്ങുകയോ ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രിയമുള്ളവർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവും ജീവിതത്തിൽ, അല്ലേ? ഒരിക്കലെങ്കിലും കടം വാങ്ങിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും കടം കൊടുത്തിട്ടുണ്ടാകും. ഞാൻ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ തംസപ്പിലൂടെ നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഇടുവാണെങ്കിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ആർക്കെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കടം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ആ കൊടുത്ത കടം നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ആ കൊടുത്ത കടം എക്സാക്ട്ലി നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? കൊടുത്തതിൽ ചിലപ്പോൾ കുറച്ച് കിട്ടിയിട്ടുണ്ടാകും, ചിലപ്പോൾ ഇനിയും നമ്മൾ കൊടുക്കാനുണ്ടാകും, അല്ലേ? അപ്പോൾ ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൻ്റെ അകത്തൂടെ എപ്പോഴും കൊണ്ടുവരണം. ജീവിതത്തിൽ ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടോ? രണ്ട്, ജീവിതത്തിൽ ആരെങ്കിലും എനിക്ക് കടം തിരിച്ചു തരാനുണ്ടോ? ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഒരു പഠനം മുന്നോട്ട് കടന്നു പോകുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ഏകദേശം ഒരു 2-3 മാസക്കാലമായിട്ട് ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിലൂടെ വന്ന പല അനുഭവങ്ങളും ദൈവാത്മാവ് പഠിപ്പിച്ച പല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ചൂസ് ചെയ്തത്. നമുക്ക് കാണാൻ പറ്റും, ഈ ഒരു ഇമേജ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ആ കൊടുക്കുന്ന സമയത്തും വാങ്ങുന്ന സമയത്ത് മുഖത്ത് എന്തുണ്ട്? നല്ലൊരു ചിരിയുണ്ട്, അല്ലേ? കടം കൊടുത്തവർക്ക് അറിയാലോ, കടം കൊടുക്കുന്ന സമയത്തും കടം വാങ്ങുന്ന സമയത്ത് നല്ല ചിരിയായിരിക്കും. അങ്ങനെ തന്നെയാണല്ലോ, ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പെട്ടെന്ന് നമുക്കൊരു എമർജൻസി ആയിട്ടൊരു മെസ്സേജ് വരുന്നു. എന്തായിരിക്കും മെസ്സേജ്? അതുവരെയും മെസ്സേജ് ഇടാത്ത ഒരാൾ നമുക്ക് മെസ്സേജ് ഇടുമ്പോൾ ആദ്യം ചോദിക്കുന്നു ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നമ്മളോട് കടം ചോദിക്കും. നമ്മൾ പറയും ഇത്ര ദിവസത്തിനുള്ളിൽ
തിരിച്ചു തരണം. നമ്മളെല്ലാം അങ്ങനെ പറയുന്നവരാന്ന് തോന്നുന്നു. പലരുടെയും മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു, അല്ലേ? അപ്പോൾ ഈ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിലൊന്ന് കൊണ്ടുവരണം. കടം കൊടുക്കുമ്പോൾ ഒരു ചിത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് പണം കൃത്യസമയത്ത് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഒരു വ്യക്തിയോട് കടം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് വാങ്ങിയ ഒരു വ്യക്തി തിരിച്ച് കൃത്യസമയത്ത് നമുക്ക് ആ പൈസ തന്നിട്ടുണ്ടോ? പലരുടെയും ഉത്തരം എന്തുമായിരിക്കും? എൻ്റെ പൊന്ന ദേവദാസനെ, ഞാൻ ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര പ്രാവശ്യം പുള്ളിയെ വിളിച്ചു എന്നുള്ള കാര്യം എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ വിളിച്ചിട്ട് പുള്ളി എന്ത് ചെയ്തില്ല, കോൾ എടുത്തില്ല, എൻ്റെ മെസ്സേജ് കണ്ടില്ല, അല്ലേ? നമ്മുടെയൊക്കെ അനുഭവമാണ് അത്. പണം കൃത്യമായിട്ട് നമുക്ക് തിരിച്ചു നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെയും ഈ ഒരു ടോപ്പിക്കിൻ്റെ സീരിയസ്നെസ് മനസ്സിലോട്ട് വരുന്നുണ്ടാകും. ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ഇമേജ് നിങ്ങൾ നോക്കണം. ഈ ഇമേജ് നോക്കുമ്പോൾ എന്ത് കാണുന്നത്? ഈ ഇമേജിൽ യഥാർത്ഥം അവരുടെ കയ്യിലുള്ള ആ എമൗണ്ട് ശൂന്യമായിട്ടിരിക്കുക, അല്ലേ? ഇന്നൊരു പക്ഷേ നമ്മുടെ ആത്മീയ ജീവിതത്തിലായിരിക്കുന്ന പ്രിയങ്ങളോട് ഞാൻ ആ ചോദ്യം ചോദിച്ച് തുടങ്ങുക. ചില പ്രത്യേക മേഖലകളുടെ അകത്ത് ചില ശൂന്യതയോട് കൂടെ തന്നെയല്ല ഇന്നും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രത്യേകമായ മേഖലകളുടെ അകത്ത് മാറ്റം വരാത്ത തലത്തിലൂടെയല്ല ഇന്നും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് രാത്രികാലം പഠിക്കുവാൻ പോകുന്ന ഈ ടോപ്പിക്കിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു അടുത്തൊരു തലത്തിലോട്ട് കടക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ കടം നിമിത്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഒത്തിരി ആളുകൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നമ്മുടെ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളായിരിക്കും. ഞാൻ ഇതിൽ ഏറ്റവും അധികം ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുവാൻ എടുത്തൊരു തീരുമാനം എന്ന് പറയുന്നത്, പലപ്പോഴും കടം വാങ്ങിയതിന് ശേഷമായിട്ട് പല ആളുകൾക്ക് നമ്മളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മളോട് നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ആളുകൾ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മറ്റുള്ള ആളുകളോട് ശരിയായ രീതിയിൽ സംസാരിക്കുവാൻ കഴിയുന്നില്ല. ഈ ഇമേജ് എല്ലാം നിങ്ങൾ ഓർത്തു വെക്കണം. നിങ്ങളുടെ മനസ്സിൻ്റെ അകത്ത് ആ ഇമേജസ് ഒക്കെ ഉണ്ടാകണം. ഞാൻ സ്പീഡ് കൂടിയാണോ പോകുന്നത്? പ്രിയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? കാരണം അതൊന്ന് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് അടുത്തൊരു തലത്തിലോട്ട് വളരെ വേഗത്തിൽ കയറാൻ പറ്റത്തുള്ളൂ. ഈ കാര്യം വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും മേഖലയുടെ അകത്ത് കടം കൊടുത്തിട്ട് നമ്മുടെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ബന്ധത്തിൻ്റെ അകത്ത് വിള്ളൽ വന്നിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായി സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞുള്ള സമയം തൊട്ടിട്ട് ഈ നോട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് സംസാരിക്കാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം കൃത്യമായ ദൈവാത്മാവിൻ്റെ ബോധ്യത്തിൽ ഒരു കാര്യം കൈമാറുക. കടം വാങ്ങിയതിൻ്റെ പേരിൽ, ഏതെങ്കിലും വ്യക്തികളോട് കടം വാങ്ങിയതിൻ്റെ പേരിൽ ഇന്ന് രാത്രികാലം നിരാശയോട് കൂടിയിട്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയമുള്ളവർ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ കടം കിട്ടാത്തതിൻ്റെ, കൊടുത്ത കടം തിരിച്ച് കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശയോട് കൂടിയിട്ട് ഏതെങ്കിലും പ്രിയമുള്ളവരായിരിക്കുന്നെങ്കിൽ അവരോട് ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആ ഭാരങ്ങളെക്കാൾ വലുതായ ഒരു കാര്യമുണ്ട്. ആ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ആ കാര്യങ്ങളെ റിസ്റ്റോർ ചെയ്യാൻ പറ്റും, പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും. ഞാനിവിടെ ഒരു ബിസിനസ്സിനെ കുറിച്ചല്ല പറയാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്നും ജീവിതത്തിൽ അതുപോലെയുള്ള കടങ്ങൾ ഒരു മുറിവായിട്ട് ഇരിക്കുന്ന സമയത്ത് അതുപോലെയുള്ള ഞാനൊരു കാര്യം തുറന്ന് ചോദിക്കുകയാണ്. സാമ്പത്തികമായിട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ഏതൊക്കെയോ മേഖലകൾ നമ്മളും തല കുനിച്ച് നിന്നിട്ടില്ലേ? സാമ്പത്തികമായിട്ടൊരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ പല മേഖലകളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? തല കുനിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർക്ക് എപ്പോഴും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ഇതിലൂടെ റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ സമയത്ത് എനിക്കും കൂടെ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും, അല്ലേ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലയിൽ അങ്ങനെ തലകുനിച്ച് വന്നിട്ടുണ്ടോ? എനിക്ക് ഒത്തിരി അനുഭവമുണ്ട് കേട്ടോ. ആ അനുഭവങ്ങളെ ഒന്നും ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും പണമില്ലാത്തതിൻ്റെ പേരിൽ പലരുടെ മുന്നിൽ നമ്മൾ പല മേഖലകളിൽ തല കുനിച്ചിട്ടുണ്ട്. പല ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അവനെ ഒന്നും എൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റത്തില്ല. പല ആളുകളെ അങ്ങനെ മാറ്റി നിർത്തിയ കൂട്ടത്തിൽ ഒരു പക്ഷേ ഇന്നും താങ്കളെയും അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം ഈ ഒരു ടോപ്പിക്കിന് വളരെ പ്രാധാന്യമുണ്ട്. എന്നാണെന്നറിയാമോ? ഏതൊക്കെയോ മേഖലകളുടെ അകത്ത്, വ്യക്തി ജീവിതങ്ങളുടെ അകത്ത് നമ്മളെ ഒന്നുമില്ലായ്മയിൽ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. പലരുടെ മുമ്പിൽ തല കുനിച്ച് നിൽക്കുമായിരിക്കും കേട്ടോ. പക്ഷേ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പഠനത്തിലോട്ട് കടക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പഠന വിഷയം ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് ആൻഡ് മാനേജ്മെൻറ്റ്, സാമ്പത്തിക അനുഗ്രഹങ്ങളും നടത്തിപ്പും ഒരു ബൈബിൾ മാതൃക എന്നൊരു രീതിയിലാണ് നമ്മൾ ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. നമുക്കൊരു വാക്യം വായിച്ച് മുന്നോട്ടേക്ക് കടന്ന് പോകാം. ഒരു വാക്യം ഒന്ന് വായിക്കാമോ? സദൃശ്യവാക്യങ്ങൾ 22-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ ആർക്കെങ്കിലും ഒരാൾക്ക്? സദൃശ്യവാക്യം 22-ന്റെ 7.
ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. യെസ്, ഈ വാക്യം നമുക്ക് അറിയുന്നതാണ് അല്ലേ? പ്രിയമുള്ളവർ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങളുടെ അറ്റൻഷൻ എനിക്ക് വേണം. ഞാൻ ആ സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ സ്ക്രീൻ കട്ട് ചെയ്തതിന് വെച്ചാൽ ഇടയ്ക്ക് പിന്നെ അതൊരു ഇത് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ക്യാമറ എല്ലാവരും ഓൺ ചെയ്ത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ വാക്യത്തിൽ പറയുന്ന കാര്യം. 2 കാറ്റഗറി ആളുകളെ കാണിക്കുന്നത്. ഒന്ന്, ധനവാൻ ദരിദ്രന്മാരെ ഭരിക്കുന്നു. 2, കടം കൊടുക്കുന്നവൻ കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മേഖലയിലൂടെയാണ് നമ്മൾ ഈ ഒരു പഠനത്തിൻ്റെ അടുത്തൊരു മേഖലയിലൂടെ കടക്കുവാൻ പോകുന്നത്. ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നമ്മളിങ്ങനെ തലപിടിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ നല്ല ഭക്ഷണം കഴിക്കാതെ വണ്ണം, നല്ല വസ്ത്രം ഇടാതെ വണ്ണം, ഏതൊക്കെയോ മേഖലകളിൽ ഇന്ന് രാത്രിക്കാലം നമ്മളിൽ പലരും അത്തരത്തിലുള്ള ഭാരത്തോടെയാണ് കടന്നു പോകുന്നതെങ്കിൽ പ്രിയമുള്ളവർ, ഈ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സാഹചര്യത്തെ മനുഷ്യൻ അറിയുന്നില്ല എങ്കിലും നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ മനസ്സിനെയും ദൈവം അറിയുന്നുണ്ട്. ഇന്ന് രാത്രിക്കാലം എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാൻ പറ്റുമോ? എൻ്റെ കർത്താവ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നുണ്ടാകും, പക്ഷേ നമുക്ക് ഈ കടത്തിൽ നിന്നോ ഈ ഫിനാൻഷ്യലായിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നോ പുറത്തോട്ട് വരാൻ പറ്റുന്നുണ്ടാകില്ല. പക്ഷേ ഈ രാത്രികാലം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട്. അതാണ് സങ്കീർത്തനം പറയുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഈ വാക്യം ഞാൻ എടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഒരു തെറ്റായ ചിന്താഗതിയുണ്ട്. നമ്മുടെ തെറ്റായ ചിന്താഗതി എന്തുവാ? ആ തെറ്റായ ചിന്താഗതി ഒന്ന് പൊളിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവം ദാരിദ്ര്യത്തിൻ്റെ ദൈവമാണോ അല്ലയോ? ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? നമ്മുടെ ദൈവം ദാരിദ്ര്യത്തിൻ്റെ ദൈവമാണോ? അല്ല. ദൈവം ദാരിദ്ര്യത്തിൻ്റെ ദൈവം. യെസ്, പുരാതന സമ്പത്തുള്ള ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പൊതുവേ കേട്ടൊരു കാര്യം എങ്ങനെയാണ്? സ്വർഗരാജ്യത്തിൽ ദാരിദ്ര്യന്മാരായ ആളുകളെ കടക്കത്തുള്ളൂ. നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ദാരിദ്ര്യത്തെക്കുറിച്ചല്ല ഞാൻ ഇന്ന് രാത്രികാലം സംസാരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഒരു കാര്യം കൂടി ഞാൻ തുറന്നു പറയട്ടെ, പെന്തക്കോസ്ത് വിശ്വാസത്തിലോട്ട് വന്നിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമ്മുടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഈ ജാതികൾ നമ്മൾ തമ്മിൽ എന്നാ വ്യത്യാസമുള്ളത്? നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ന് രാത്രികാലം നമ്മളിവിടെ ആയിരിക്കുന്നത്. നമ്മളെ ദൈവം അനുഗ്രഹിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്നത്. പല ആളുകളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു ദൈവദാസനെ, കഴിഞ്ഞ 10 വർഷം മുമ്പ് എൻ്റെ ജീവിതം ഇങ്ങനെയായിരുന്നു. നല്ല ഡ്രസ്സ് എനിക്ക് ഇടാനുണ്ടായിരുന്നില്ല, നല്ല രീതിയിലുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടില്ല. ഇന്ന് അതേ വ്യക്തിയോട് ചോദിച്ചു നോക്കിയ ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നാൽ അത് ദൈവം ശപിച്ചു എന്ന് നമുക്ക് ഒരാൾക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ആ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ചില വേദനകളിലൂടെ നമ്മൾ കടന്നു പോകും, ചില ഭാരങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം, ചില അതികഠിനമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയേക്കാം. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ സങ്കീർത്തനം 126 പറയുന്ന ഒരു കാര്യമുണ്ട്, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ കണ്ണുനീരോടെ അല്ല കൊയ്യുക, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. മനസ്സിലാകുന്നുണ്ടോ? ജീവിതത്തിൻ്റെ ഏതൊക്കെയോ സാഹചര്യത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് വല്ലാതെ പിരിമുറുകിയിരിക്കുക. ഈ വിഷയം ആരോടും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, വിശ്വാസ ജീവിതത്തിലൂടെ ഇറങ്ങി വന്നു, കാര്യം ശരിയാണ്, പക്ഷേ നാട്ടുകാരുടെ മുന്നിൽ പോയി എനിക്ക് കടം ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്നാ ചോദിക്കും? നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിക്കും. ഞാൻ എൻ്റെ പ്രിയമുള്ളൊരു കാര്യം കൈമാറട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. ഈ രാത്രികാലം ആ പോയിന്റ് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് തിരിച്ചറിയണം. ഇന്ന് രാത്രികാലം ഈ പഠനത്തിലൂടെ നമ്മൾ കടന്നിരിക്കുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, എവിടെ ജനം കരഞ്ഞിട്ടുണ്ടോ അവിടെ ദൈവം നിലവിളി കേട്ടിട്ടുണ്ട്. എവിടെ ജനം തകർന്നിട്ടുണ്ടോ അവിടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ദൈവം എപ്പോഴും ഒരു കണ്ണുനീരിലൂടെ മാത്രം കടത്തിവിടുത്തുന്ന ഒരു ദൈവമല്ല. ഈ രാത്രികാലം മനസ്സിലാക്കണം. ഈ വാക്യത്തെ മുൻനിർത്തി നമ്മളൊന്ന് സംസാരിക്കാൻ പോകുക. കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനാണ്. അപ്പം നമ്മളൊക്കെ ഏതെങ്കിലും മേഖലകളിൽ അങ്ങനെ ഒരു അടിമത്തത്തിലാണോ നിൽക്കുന്നത്? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്തുമായിരിക്കും? കടം കൊടുക്കുന്നവരായിട്ട് നമ്മൾ മാറണം. ഇവിടെ ഇരിക്കുന്ന ആരും കടം വാങ്ങാൻ താല്പര്യത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആരും ആ ഒരു രീതിയിൽ ഇരിക്കുന്നവരല്ല എന്ന കൃത്യമായൊരു ബോധ്യം എനിക്കുണ്ട്. ഞാനൊരു കാര്യം കൈമാറട്ടെ പ്രിയമുള്ളവരെ. മനസ്സിൽ ഇവിടെ പറയുക, വാക്യത്തിൽ പറയുന്നു, കടം മേടിക്കുന്നവൻ കടം കൊടുക്കുന്നവന് ദാസനാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും വിഷയങ്ങളിൽ നമ്മൾ ഇന്ന് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുവാണെങ്കിൽ ഈ രാത്രിക്കാലം ഒന്ന് പറയണം, കർത്താവേ എൻ്റെ സാഹചര്യത്തെ അങ്ങൊന്ന് മാറ്റണം. ഞാൻ കഴിഞ്ഞ ദിവസമെല്ലാം എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞു കൊടുത്തൊരു കാര്യം ഇതാണ്. ലാബാന്റെ ഭവനത്തിലോട്ട് യാക്കോബ് കടന്നു ചെന്നപ്പോൾ അവിടെ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. ആരനുഗ്രഹിക്കപ്പെട്ടു? ലാബാൻ അനുഗ്രഹിക്കപ്പെട്ടു.
അപ്പോൾ ലാബാൻ പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ നിമിത്തമായിട്ട് യഹോവ എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ ഈ രാത്രികാലം നമ്മളെ നിമിത്തമായിട്ട് മറ്റുള്ളവർ ശപിക്കപ്പെടുവാണോ വേണ്ടത്, അനുഗ്രഹിക്കപ്പെടുവാണോ വേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ നിമിത്തമായിട്ട് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ പർപ്പസുകൾ, ദൈവത്തിൻ്റെ പ്ലാനുകൾ കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടണം. പക്ഷെ പലപ്പോഴും അതിനൊരു തടസ്സമായി നിൽക്കുന്നത് എന്താ? അത് നമ്മൾ ഈ ക്ലാസ്സിലുടനീളം നമ്മൾ ചർച്ച ചെയ്യും. ദൈവീക പ്രവൃത്തിക്ക് തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താ നിൽക്കുന്നത്? ദൈവം അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുവന്നു, 12-ാം അധ്യായത്തിൽ പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും. 15-ാം അധ്യായത്തിൽ പറഞ്ഞു ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ദൈവത്തിന് വേണമെങ്കിൽ അവിടെ പറയാമായിരുന്നല്ലോ, അബ്രഹാമെ നീ എന്നെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, പക്ഷേ നിന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല എന്ന് വേണമെങ്കിൽ ദൈവത്തിന് പറയാമായിരുന്നല്ലോ. പക്ഷെ ദൈവം എന്താ പറഞ്ഞത്? ഞാൻ നിന്റെ പ്രതിഫലവും അതിമഹത്തായ ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. പ്രിയമുള്ളവർ, രാത്രികാലം ഒരു തിരിച്ചറിയുവാൻ കഴിയണം. നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഏതൊക്കെയോ വിഷയങ്ങൾ നമ്മളെ അത്തരത്തിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ വിടുതൽ മറ്റുള്ളവരുടെ കാണുകയാകണം. നമ്മൾ ഏതൊക്കെയോ മേഖലകൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, തുറന്ന് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിൾ സ്റ്റഡിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെയും പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു ബൈബിൾ സ്റ്റഡി നടത്തുന്നത്. നമുക്ക് ദാരിദ്ര്യം വരുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും അധികം ദൈവത്തെ ശപിക്കുന്നത്? നമുക്ക് കടം വാങ്ങുന്ന സാഹചര്യത്തിലല്ലേ നമ്മുടെ ദൈവത്തെ ഏറ്റവും അധികം കുറ്റം പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾ ദൈവത്തോട് പറയുന്നത് ഈ ദൈവം എന്നെ അറിയുന്നില്ലെന്ന്? എന്നാൽ ജീവിതത്തിൽ ഒരു നന്മ വരുന്ന സമയത്ത് നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്താറുണ്ടോ? കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. പക്ഷെ പൊതുവായിട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രാത്രിക്കാലം എൻ്റെ പ്രിയമുള്ളവർ പ്രാർത്ഥിക്കണം, കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എന്ത് വരണം? അതാ ഞാൻ ഇപ്പോഴും പറയുന്നൊരു പദം, നാവിൻ്റെ മേൽ എന്തുണ്ട്? ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലായിരിക്കുന്നത്. ഈ രാത്രിക്കാലം എൻ്റെ പ്രിയമുള്ളവരെ, നാവ് കൊണ്ട് പറയുവാൻ തയ്യാറാണ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ചില കുടുംബത്തിൽ മുഴങ്ങുന്ന ശബ്ദം എന്താണെന്നറിയാമോ? നീ ശപിക്കപ്പെട്ടവനാണ്, നീ ഒരു മണ്ടനാണ്, നീ ഒരു മന്ദബുദ്ധിയാണ്. ഈ രാത്രികാലം ആ ചിന്തകളെല്ലാം മാറ്റിക്കൊണ്ട് വിളിച്ചു പറയുവാൻ തയ്യാറാകണം, ഞാൻ എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ്, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് തന്നെ നമ്മൾ വായെടുത്ത് പറയണം. പ്രിയമുള്ളവരെ, പലപ്പോഴും അത് പറയാൻ നമുക്കൊരു മടിയാണ്. പക്ഷെ ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കുകയാണ്. ദാരിദ്ര്യ അവസ്ഥയിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ദൈവത്തെ തള്ളി പറയുന്നുവെങ്കിൽ ഈ രാത്രികാലം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏത് ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയാലും അവനെ മാറ്റിമറിക്കുന്ന ഒരു ദൈവസാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന സമയത്ത് ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവങ്ങൾ എന്തായി മാറും? അത് ദൈവത്തെ സ്തുതിക്കുവാനുള്ളൊരു ഘട്ടമായി മാറും. ഞാൻ അവിടെ നിന്ന് ഒരു വാക്യം കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒരുത്തൻ കൂട്ടുകാരനോട് വായ്പ വാങ്ങിയിട്ട് ഉടമസ്ഥനരികെ ഇല്ലാതിരിക്കെ വല്ല കേട് ഭവിക്കുകയോ ചത്തുപോകുകയോ ചെയ്താൽ അവൻ പകരം കൊടുക്കണം. നമ്മൾ വായിച്ച വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്തെങ്കിലും കടം വാങ്ങിയാൽ അതെന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ലോകത്തിലോട്ട് ദൈവം അയച്ചു അല്ലേ? 2025 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് അയച്ചു. നമ്മളെ സ്നേഹിച്ചത് കൊണ്ടാണ്. ആ കർത്താവ് തൻ്റെ ജീവൻ നമുക്ക് നൽകി. അതൊരു കടമായിട്ട് കിടക്കുക. ഇന്ന് കർത്താവിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് കർത്താവിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ സമർപ്പിക്കുവാൻ കഴിയുന്നുണ്ടോ? ഇന്ന് കർത്താവിന് വേണ്ടിയിട്ട് നമ്മുടെ ചില പ്രത്യേകമായ മേഖലകളെ മാറ്റിവെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ചില കടങ്ങൾ കിടക്കുകയാണ്. ആ കടത്തെ ഇന്ന് രാത്രിക്കാലം നമ്മൾ വീട്ടുവാൻ തയ്യാറാകണം. ഞാനൊരു കാര്യം ഇങ്ങനെ പറയേണ്ട പ്രിയമുള്ളവരെ, നമ്മൾ കടം വാങ്ങിയ നമ്മുടെ പേര് എപ്പോഴും എന്തുമായിരിക്കും? കടം വാങ്ങിയവൻ. ജീവിതത്തിൽ ഏതെങ്കിലും കടങ്ങൾ എന്ന് കിടക്കുന്നെങ്കിൽ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലൂടെ നമ്മൾ കിടക്കാൻ പോവുക. അതിന് മുന്നോടിയായിട്ട് ഞാൻ എൻ്റെ പ്രിയമുള്ളവർക്ക് 1 മിനിറ്റ് സമയം തരാൻ പോവുക. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആരെയും നോക്കണ്ട. കർത്താവേ, ജീവിതത്തിനകത്ത് ചില കടങ്ങൾ കിടക്കുന്നുണ്ട്. അത് മനുഷ്യരുടെ ഇടയിലുണ്ട്, അത് ദൈവത്തോടുള്ള ബന്ധത്തിലുണ്ട്, മറ്റു മേഖലയിൽ എൻ്റെ ജീവിതത്തിൽ കടങ്ങൾ കിടക്കുന്നുണ്ട്. ഈ രാത്രികാലം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, കർത്താവേ ആ കടങ്ങളുടെ അനുഭവങ്ങൾക്ക് ഒരു മാറ്റം വരണം. കർത്താവേ, ഈ രാത്രികാലം ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കൃത്യമായ ഇടപെടലിൽ തന്നെയാണ് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഈ കാര്യം തുറന്ന് സംസാരിക്കുന്നത്. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലോട്ട് നമ്മൾ കടക്കുവാൻ പോകുന്നതിന് മുമ്പ് ഈ സെക്ഷനിൽ കൃത്യമായ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആലോചന പറയുന്നുവെങ്കിൽ, ജീവിതത്തിൻ്റെ അകത്ത് ഏതെങ്കിലും കടം കിടക്കുന്നെങ്കിൽ ഈ രാത്രിക്കാലം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയ മമ്മി നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. എല്ലാ പ്രിയമുള്ളവരും വളരെ ശക്തമായി പ്രാർത്ഥിക്കണം. കാരണം അടുത്ത സെക്ഷനിലോട്ട് കടക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമാകണം. പ്രിയ മമ്മി ഒരു നിമിഷം ഈ സമയത്ത് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. കർത്താവേ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പറയപ്പെട്ടതായ വിഷയത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമായിട്ടാകട്ടെ മനുഷ്യനായിട്ടാകട്ടെ കടപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും വിഷയങ്ങൾ മറഞ്ഞു കിടക്കുന്നുവെങ്കിൽ സ്വർഗം ഞങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തന്ന കർത്താവെ, അത് ഞങ്ങൾ ഏറ്റുപറയുവാൻ, ഞങ്ങളത് വീട്ടുവാൻ സ്തോത്രദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തില്, ഞങ്ങളുടെ ഭൗതിക തലത്തിന് അതൊരു തടസ്സമായി നിൽക്കുവാൻ അനുവദിക്കാതെ വണ്ണം കർത്താവ് ഞങ്ങൾ ഇന്ന് രാത്രികാലം ഓർമ്മപ്പെടുത്തി കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അത് ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നന്മയ്ക്ക് ഒരു വിടുതലിന് തടസ്സമായി നിൽക്കുവാൻ അനുവദിക്കാതെ വണ്ണം സ്തോത്ര ദൈവം ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തോട് ഞങ്ങൾ സംസാരിച്ചിരിക്കുന്ന ഈ നിമിഷം തന്നെ കർത്താവെ, ഞങ്ങളത് ഏറ്റുപറയുവാൻ, ഞങ്ങളത് കടം വീട്ടുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ സ്വർഗം സഹായിച്ചാട്ട് അതിനായി ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേട്ടതിനാൽ ദൈവത്തെ നമുക്ക് നന്ദിയോട് സ്തുതിക്കാം. ഇനി കടക്കുവാൻ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. ഞാനൊരു ചെറിയൊരു കഥയിലൂടെ ഒരു കാര്യം പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇവിടെ മത്തായി ചേട്ടനും മർക്കോസ് ചേട്ടനും ഒന്നും ഇല്ലല്ലോ. അപ്പോൾ മത്തായി ചേട്ടനും മർക്കോസ് ചേട്ടനും ഒരേ ചർച്ചിലെ വിശ്വാസികളാണ്. ഇവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, പരസ്പരം ബഹുമാനിക്കുന്നവരാണ്. ഒരിക്കൽ മത്തായി ചേട്ടൻ മർക്കോസ് ചേട്ടനോട് പോയിട്ട് പറയുവാണ്, എനിക്കൊരു 50,000 രൂപ കടം വേണം. മർക്കോസ് ചേട്ടൻ ഇവർ രണ്ടുപേരും കൂട്ടുകാരായതുകൊണ്ട് മത്തായി ചേട്ടൻ എന്ത് ചെയ്തു, മർക്കോസ് ചേട്ടൻ എന്ത് ചെയ്തു, ധൈര്യമായിട്ട് ക്യാഷ് കൊടുത്തു. ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഒരു അവധി വെച്ചു. അടുത്ത 3 മാസത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്യാം, പൈസ തരാം. കടവും ആ പൈസയെല്ലാം വാങ്ങി മത്തായി ചേട്ടൻ അങ്ങനെ പോകുകയാണ്. പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളോടുള്ള ഒരു കാര്യം അവിടെ കൈമാറാനുണ്ട്. 3 മാസം ആകുന്നതിന് തൊട്ട് മുമ്പ് നല്ല ചിരിയും കളിയൊക്കെയാണ്. കാരണം മർക്കോസ് ചേട്ടൻ അറിയാം 3 മാസം ആകുമ്പോൾ എന്ത് കിട്ടും, പൈസ കിട്ടും. പക്ഷെ 3 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 1 വർഷം കഴിഞ്ഞു. ഇവർ രണ്ടുപേരും പള്ളിയിൽ വെച്ച് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പം ചിരിക്കുന്നതിലൊക്കെ ഒരു മാറ്റം വന്നേക്കുമോ. ആദ്യം കെട്ടിപ്പിടിച്ചൊക്കെ ആയിരുന്നു ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ വേണയിൽ നീ ഒരു സ്തോത്രം വെച്ചോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുന്നത്. അങ്ങനെ കർത്തൃമേശ വന്നു. കർത്തൃമേശ വന്ന സമയത്ത് മർക്കോസ് ചേട്ടനും മത്തായി ചേട്ടനും ബാക്കിയുള്ള എല്ലാവർക്കും വിശുദ്ധ ചുംബനം കൊടുത്തു. ഇവർ തമ്മിൽ എന്ത് ചെയ്തില്ല, വിശുദ്ധ ചുംബനം ചെയ്തില്ല. ഒരു കടം വരുത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ചില കടങ്ങൾ ചില ബന്ധങ്ങളെ അകറ്റിയിട്ടുണ്ട്. ചില പ്രത്യേകമായ മേഖലകൾ നമ്മളെ ചിലതിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. ഞാൻ ഈ നോട്ട് എന്ന് പ്രിപ്പയർ ചെയ്ത സമയത്ത് ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യമാണ്. പല സഭകളുടെ അകത്തും ഇന്ന് കർത്തൃമേശ എടുക്കുന്ന പലരും പരസ്പരം സംസാരിക്കാത്തതിൻ്റെ ഒരു കാരണം കടം വാങ്ങലാണ്. നിങ്ങൾ എത്രമാത്രം ആ ഒരു പോയിന്റിനെ അംഗീകരിക്കുമെന്നൊരു കാര്യം എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം വളരെ യാദൃച്ഛികമായിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയുന്നൊരു സ്നേഹിതൻ, അദ്ദേഹം ഞാനോട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു വൈകുന്നേരം ഒരു മെസ്സേജ് ഇട്ടു, ഒരു 3000 രൂപ അയച്ചു തരണം, ഭയങ്കര എമർജൻസിയാന്ന് പറഞ്ഞു. നമ്മുടെ ഒരു പ്രത്യേകതയാണ്, ഈ എമർജൻസി എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊന്നും നോക്കത്തില്ല, നമ്മൾ എന്ത് ചെയ്യും, എവിടെന്നെങ്കിലും കടം വാങ്ങിയിട്ടാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, അല്ലേ? പക്ഷേ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പറഞ്ഞ അവധിക്കിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാഷ് ഇട്ടു. വീണ്ടും പുള്ളി ഒന്നുകൂടെ ചോദിച്ചു. അപ്പം നമ്മളൊന്നും പറഞ്ഞില്ല. അതിനുശേഷമായിട്ട് ഇതേ മനുഷ്യനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് നേരിട്ട് ഞാൻ കണ്ടു. അപ്പോൾ പുള്ളിക്ക് സംസാരമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ തുറന്ന് സംസാരിക്കുക, കടം വാങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ അടുത്തോട്ട് ആളുകൾ വരുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഇന്ന് നിർത്തിയേക്കണം. ചിലത് അങ്ങനെയാണ്, ചിലത് കടം വാങ്ങാൻ വേണ്ടി മാത്രം നമ്മുടെ അടുക്കലോട്ട് വരുള്ളൂ. അവർക്കതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ കാര്യം അംഗീകരിച്ചാൽ ഇല്ലേലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം തുറന്നു പറയുകയാണ്, ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അടുത്തോട്ട് വരുന്ന ബന്ധങ്ങളെ സൂക്ഷിക്കണം. അവരുടെ പ്രത്യേകത, ആ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കറിയാം, വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന പലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ജീവിതത്തിൻ്റെ അകത്ത് ആവശ്യമുണ്ട് എന്ന് കരുതി നമ്മൾ കൊടുത്ത പല സഹായങ്ങളും ഇന്ന് നമുക്കത് പ്രതികൂലമായിട്ട് നിൽക്കുന്ന സമയത്ത് അവരിപ്പോൾ നമ്മളോട് മിണ്ടാറില്ല, അവർ നമ്മളോട് സംസാരിക്കാറില്ല, അവർ നമ്മളായിട്ട് യാതൊരു ബന്ധവുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇടപെടുകയാണ്. ചില മേഖലകളുടെ അകത്ത് നമ്മുടെ അടുത്തോട്ട് ആവശ്യത്തിന് മാത്രം വരുന്ന ബന്ധങ്ങളെ അത് നമ്മൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് നമുക്ക് ബന്ധനമായി മാറും.
ഇന്ന് രാത്രികാലം ആ ഒരു കാര്യത്തെ അവിടെ പറഞ്ഞു നിർത്തിക്കൊണ്ട് ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ടേക്ക് കടന്നു പോവുക. ഈ മത്താച്ചേട്ടനും മർക്കോസേട്ടനും പറ്റിയ കാര്യം അതാ. ഒരു കടം കൊടുത്തു, അവരുടെ ബന്ധം തെറ്റി. ജീവിതത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. ഏതെങ്കിലും വ്യക്തികളോടുള്ള ബന്ധത്തിലാണ് നമ്മുടെ ബന്ധം തെറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ അപകർഷതാബോധം ഒന്നും വിചാരിച്ചിരിക്കേണ്ട. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം, എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല, അത് വരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു നൽകും. പക്ഷേ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലൂടെ നമ്മൾ കിടക്കാൻ പോവുക. ഈ ഒരു കാര്യം നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയം. നല്ല രീതിയിൽ വരുമാനമുണ്ട്, പക്ഷെ മാസാവസാനം വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിലൊന്നുമില്ല. എത്ര പേര് ആ കാര്യം അനുഭവിച്ചിട്ടുണ്ട്? പൈസ ഉണ്ടാകും, തുടക്കത്തിൽ നല്ല പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ചിലരിൽ ഞാൻ കേട്ട കാര്യം, എൻ്റെ പൊന്ന് സഹോദര, ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഒറ്റ രൂപ കയ്യിലെടുക്കാനില്ല. ലാസ്റ്റിലോട്ട് വരുമ്പോൾ ഒറ്റ കാര്യം എൻ്റെ കയ്യിലെടുക്കാനില്ല. അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരുണ്ടെങ്കിൽ അത് കടം കൊടുത്തിട്ടല്ല, പക്ഷെ നമ്മളറിയാതെ നമ്മുടെ നന്മയെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേകമായ മേഖലയുണ്ട്. ആ മേഖല ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം. നമ്മളറിയാതെ നമ്മുടെ ചില കാര്യങ്ങൾ, നമ്മളറിയാതെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെ എടുത്തുകൊണ്ട് പോകുന്ന മേഖലയെ ഈ രാത്രിക്കാലം തിരിച്ചറിയണം. സങ്കീർത്തനം 128 പറയുന്ന ഒരു പദമുണ്ട്. 128 2-ാമത്തെ വാക്യത്തിൽ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ, നമുക്ക് അറിയുന്ന ഒരു വാക്യമാണ്. അവിടെ എന്തോ പറയുന്നതെന്ന് വെച്ചാൽ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നമുക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാർത്ഥത്തോടെ നിങ്ങൾ ആരും ഉത്തരവിടണ്ട, നിങ്ങളുടെ ഹൃദയത്തോടെ ചോദിച്ചു നോക്കിക്കേ. നമ്മുടെ കൈയുടെ അധ്വാന ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദശാംശം കൊടുക്കുന്നുണ്ട്, സത്യമാണ്. പ്രാർത്ഥിക്കുന്നുണ്ട്, സത്യമാണ്. ഉപവസിക്കുന്നുണ്ട്, സത്യമാണ്. പക്ഷേ നമ്മൾ അനുഭവിക്കേണ്ട നന്മ നമ്മുടെ കയ്യിൽ വരാതെ അത് റൂട്ട് മാറി ഹോസ്പിറ്റലിലോട്ടും അത് റൂട്ട് മാറി മറ്റു മേഖലകളിലോട്ടും പോകുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. ആ കാര്യത്തെ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. സമ്പത്ത് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ കാര്യം എല്ലാം പറഞ്ഞു വരുന്ന സമയത്ത് സമ്പത്ത് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം തുറന്ന് ചോദിക്കട്ടെ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? സമ്പത്ത് മാത്രമാണോ? സമ്പത്ത് മാത്രമാണോ അനുഗ്രഹം എന്ന് പറയുന്നത്? അല്ല. അപ്പൊ എന്തൊക്കെയാണ് അനുഗ്രഹമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്? ആരോഗ്യം ഒരു അനുഗ്രഹമാണ്. ആരോഗ്യം ഒരു അനുഗ്രഹമാണ്. സൗഖ്യം അതൊരു അനുഗ്രഹമാണ്. അതെ. മറ്റെന്തെങ്കിലും ഉത്തരങ്ങളുണ്ടെങ്കിൽ പറയാം പ്രിയമുള്ളവർക്ക്. സമാധാനത്തോടെ ജീവിക്കുന്നത് ഒരു അനുഗ്രഹമാണ്. സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു അനുഗ്രഹമാണ്. മറ്റു ഉത്തരങ്ങളുണ്ടോ? നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ അത് ഒരു അനുഗ്രഹമാണ്. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. പക്ഷെ നമുക്ക് പല ആളുകൾ എന്തില്ല, ഇപ്പോൾ എന്തില്ല? ഉറക്കമില്ല. രാത്രി ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാനൊരു കാര്യം തുറന്ന് സംസാരിക്കപ്പെടുന്നത്, രാത്രി നമ്മൾ ഉറക്കം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? പല ചിന്തകൾ നമ്മുടെ മനസ്സിനകത്ത് കടന്നു വന്നിരിക്കുകയാണ്. ഈ പല ചിന്തകളാണ് നമ്മുടെ അനുഗ്രഹത്തെ എടുത്തുകൊണ്ട് പോകുന്നത്. ഇന്ന് രാത്രിക്കാലം എൻ്റെ പ്രിയമുള്ള ഈ വിഷയത്തിൽ വളരെ ഗൗരവമായിട്ടൊരു ടോപ്പിക്കാണ്. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥനയോട് ഇരിക്കുവാൻ തയ്യാറാകുന്നില്ല. അവിടെ പറയുന്ന പദം ഇങ്ങനെയാ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നാട്ടുകാർ തിന്നുമെന്നല്ല. ഈ രാത്രിക്കാലം പറയുവാൻ തരണം, കർത്താവേ, എൻ്റെ കുടുംബത്തിലോട്ട് വരേണ്ട അനുഗ്രഹം എൻ്റെ കുടുംബത്തിലോട്ട് തന്നെ വരണം. എൻ്റെ കുടുംബത്തിലോട്ട് വരേണ്ട നന്മ എൻ്റെ കുടുംബത്തിലോട്ട് തന്നെ വരണം. ഈ രാത്രിക്കാലം എത്ര പേർക്ക് അങ്ങനെ പറയുവാൻ സാധിക്കും? കർത്താവേ, ചില മേഖലകളിൽ ബ്ലോക്കായിട്ട് നിൽക്കുന്ന മേഖലകളാണ്, ചില മേഖലകളിൽ തടസ്സമായി നിൽക്കുന്ന മേഖലകളാണ്, മാനുഷിക ചിന്ത കൊണ്ട് കാണുവാൻ കഴിയാത്ത മേഖലകളാണ്, മാനുഷികമായ ബുദ്ധിയിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിയാത്ത മേഖലകളാണ്. അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും? വചനം വളരെ വ്യക്തമായി പറയുന്നു, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അതിൻ്റെ അടുത്ത വാക്ക്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നന്മ വരുന്നുണ്ടോ? എന്നിട്ട് അതോ നന്മ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ട് തോന്നുന്നുണ്ടോ? പ്രിയമുള്ളവരെ, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത്. നമുക്ക് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹത്തിന് തടസ്സമായിട്ട് നമ്മൾ പോലും അറിയാതെ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ. കഴിഞ്ഞ ദിവസം ഞാൻ മുടി വെട്ടാൻ വേണ്ടി പോയ സമയത്ത് അവിടെയുള്ള ഒരു ബാർബർ പറഞ്ഞൊരു കാര്യമാണ്, പുള്ളിക്കാരൻ എല്ലാ ദിവസവും ലോട്ടറി എടുക്കും. ലോട്ടറി എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരനെ എടുക്കണ്ട എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അവർ വന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങ് എടുത്തു പോവുക. ഒരു ദിവസം ഇത്ര രൂപയുടെ ലോട്ടറി എടുത്തു, ഒരു മാസം ആകുമ്പോൾ എന്തുണ്ടാവില്ല? നമ്മുടെ പ്രത്യേകത ഏതാ? ഒരു കാര്യം ഞാൻ തുറന്ന് സംസാരിച്ചോട്ടെ.
ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മളൊരു ലിസ്റ്റൊക്കെ ആയിട്ടായിരിക്കും പോവുക. മിക്കവാറും എല്ലാവരും മാർക്കറ്റിങ്ങിന് പോയിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിക്കിവിടെ ക്യാമറയിൽ 2-3 പേരുടെ മുഖം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഈ മാർക്കറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ നമ്മുടെ വീട്ടിൽ പറഞ്ഞിട്ട് പോകുന്ന കാര്യം എന്തുവാ? ഇത്രയും സാധനങ്ങൾ മതി. പക്ഷെ എന്നാലും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വരുമ്പോൾ അത് കൂടാതെ കുറച്ചും കൂടെ നമ്മൾ വാങ്ങത്തില്ലേ? ക്യാഷ് ബില്ല് പേ ചെയ്യുന്നതിൻ്റെ അവിടെയായിട്ട് കുറച്ച് മിഠായികൾ ഇരിക്കുന്നുണ്ടാവും. ഉപയോഗിക്കില്ല, എന്നാലൊരു കൗതുകം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചിലത് നമുക്കൊരു കൗതുകത്തിന് അങ്ങ് വാങ്ങിക്കൂട്ടും. ഓർക്കേണ്ട ഒരു കാര്യമാണ്, കൗതുകത്തിന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ബന്ധനമായിട്ട് മാറുക. ഞാൻ ഇന്ന് ഈ ഒരു ഭാഗം പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവാത്മാവ് ഇടപെട്ട ഒരു പദവും അത്. പലതും നമ്മളറിയാതെ നമ്മളെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? 21 ഇരിക്കും, 31 ഇരിക്കും, 41 ഇരിക്കും, 40 ഇരിക്കും. പ്രിയമുള്ളവരെ, ചില ബന്ധനം നമ്മളായിട്ടിടുന്നത് അത് ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. നമ്മുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നില്ല എങ്കിൽ ഇവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും? അവൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അടുത്ത വാക്ക് ഒലിവ് തൈ. മക്കൾ എന്ത് ചെയ്യുക? മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ. ഇന്ന് മക്കൾ എവിടെ ഇരിക്കുന്നത്? മക്കൾ ചിലപ്പോൾ അപ്പുറത്തെ റൂമിലായിരിക്കും, അല്ലെങ്കിൽ മക്കൾ ട്യൂഷനിലായിരിക്കും, അല്ലേ? പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ പറയുക, ദൈവം അനുഗ്രഹിക്കും എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ അനുഗ്രഹം വെളിപ്പെടുന്നില്ല എങ്കിൽ അതിന് ഉത്തരവാദി നമ്മൾ തന്നെയാണ്. എല്ലാ കാര്യം പിശാചിന്റെ തലയെ കൊണ്ട് ഇടരുത്. ചില കാര്യങ്ങൾ ഇന്ന് രാത്രികാലം തിരിച്ചറിയണം. നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്ക് തടസ്സമായിട്ട് നമുക്ക് വരേണ്ട അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്തോട്ട് വരാത്ത ഏത് മണ്ഡലമാണോ ഉള്ളത് ആ മണ്ഡലത്തെ നമ്മൾ തിരിച്ചറിയണം. നമ്മളിവിടെ ഒരു വാക്യം വായിച്ച് മുന്നോട്ടേക്ക് കടന്നു പോകാം. റോമാലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? റോമാലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ആരോടും ഒന്നും കടംപെട്ട് ഇരിക്കരുത്. അപ്പൊ നമ്മൾ എന്തിനൊക്കെയാ കടപ്പെട്ടിരിക്കുന്നത്? അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. നമ്മൾ ഏതൊക്കെയൊക്കെയോ കാര്യങ്ങൾക്ക് കടപ്പെട്ടിരിക്കുമല്ലേ? നമ്മുടെ മൊബൈൽ ഫോണിനോട്, നമ്മുടെ വാട്സപ്പിനോട്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ സ്റ്റാറ്റസ് ഏറ്റവും അധികം നോക്കുന്നതാരാ? എനിക്ക് പറയാൻ പറ്റും, എൻ്റെ സ്റ്റാറ്റസ് ഏറ്റവും അധികം നോക്കുന്നത് ഞാൻ തന്നെയാണ്. നമ്മുടെ സ്റ്റാറ്റസ് ഏറ്റവും അധികം നോക്കുന്നതാരാ? നമ്മൾ തന്നെയാണ്. നമുക്ക് ഭയങ്കര കടപ്പാടാണ്. 1 മണിക്കൂറാകുമ്പോൾ എത്ര വ്യൂസ് വരും? 1 മണിക്കൂറാകുമ്പോൾ എത്ര ലൈക്ക് വരും? അല്ലെ പോട്ടെ, ഞായറാഴ്ച ഇടുന്ന സ്റ്റാറ്റസ് ആണെങ്കിൽ 1 മണിക്കൂറാകുമ്പോൾ ബ്രോ ആ പാട്ട് അയക്കാമോ? ഭയങ്കര ആവേശമാണ് നമുക്ക്. നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ചില മേഖലകളുണ്ട് കേട്ടോ. ആ കടങ്ങളാണ് നമ്മൾ എന്താക്കുന്നത്? ചില പ്രത്യേക മേഖലയിലോട്ട് കൊണ്ടുപോകുന്നത്. ചിലർക്ക് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര കടപ്പാടാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്കിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിനോട് കണക്ട് ചെയ്ത് പറയാം. സോഷ്യൽ മീഡിയ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം ടച്ച് ചെയ്ത് പോയതാണ്. സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രം ഇത് പണം കൊടുക്കുക എന്നുള്ളത്. നോക്കിക്കുക, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു സംഭവം. വലിയൊരു ഭിത്തി, ആ ഭിത്തി പുള്ളി ഉന്തി തള്ളി നിലത്തിടുക. എന്നിട്ട് അതിന് താഴെ ഇടുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവർ, പുള്ളിക്കാരൻ്റെ ആരോഗ്യം കളഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ തള്ളി വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മൾ ചില കാര്യങ്ങളെ മാറ്റണം കേട്ടോ. ചില കടപ്പാടുകൾ, നമ്മുടെ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ചില കടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ചില അനാവശ്യമായ ചാറ്റിങ്ങുകൾ, അതുകൊണ്ട് ഞാനിവിടെ തുറന്ന് സംസാരിക്കും. ഇതെങ്ങനെ അനുഗ്രഹത്തിന് തടസ്സം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പോലും അറിയാതെ ചില ചാറ്റിംഗ് വലയത്തിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും നല്ല സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്, പക്ഷെ എന്നാ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ സമയമാണ് അവരവിടെ കളയുന്നത്. ആ കാര്യം മനസ്സിലായിട്ടുണ്ട് എപ്പോഴെങ്കിലും? സഭാപ്രസംഗി പറയുന്നൊരു കാര്യമുണ്ട്, എല്ലാത്തിനും ഒരു സമയമുണ്ട്. പക്ഷെ നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അനാവശ്യമായിട്ടൊരു കോള് വരുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചൊരു കാര്യം, 2026 കയറിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കർത്താവേ, അനാവശ്യമായിട്ടൊരു കോള് പോലും എനിക്ക് വരരുത്, അനാവശ്യമായിട്ടൊരു മെസ്സേജ് പോലും വരരുത്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അതിന് പിന്നെ അങ്ങ് കഥ പറഞ്ഞ് നമ്മളങ്ങ് അടിച്ചങ്ങ് പോയി പിന്നെ അടിമപ്പെടുക.
പിന്നെ പിറ്റേന്ന് രാവിലെ പുള്ളിക്കാരൻ, അതാണല്ലോ ഈ രാത്രി നമ്മുടെ യവനക്കാരുടെ ഒരു പ്രത്യേകത, രാത്രി ഹായ് എന്ന് ഇട്ടിട്ട് കിടന്നാൽ പിറ്റേന്ന് രാവിലെ കൂയി മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാലോ. മാതാപിതാക്കളെ ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നില്ല, കാരണം മാതാപിതാക്കൾക്ക് ആ ഒരു കാര്യം, അവർ അങ്ങനത്തെ കാര്യത്തേക്ക് കുറച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. ഹായ് ഇടുമ്പോൾ കൂവി ഇട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? രാവിലെ എഴുന്നേറ്റ് തോണ്ടല്ല, കടപ്പെട്ടിരിക്കുക, ചിലതിനൊക്കെ കടപ്പെട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കർത്താവേ എൻ്റെ കടം മാറ്റണേ. മാറുമോ കടം? കടം മാറത്തില്ല പ്രിയമുള്ളവരെ. ഒരു വാക്യം കൂടെ നമുക്ക് അതിന് കൂടെ ചേർത്ത് വായിക്കാം. സങ്കീർത്തനം 37:21. സങ്കീർത്തനം 37:21. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല, നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. മതി. ആ വാക്യം ഭയങ്കര പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. പക്ഷെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാന്ന് വെച്ചാൽ, നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ജീവിതത്തിൻ്റെ അകത്ത് ചില പ്രത്യേക മേഖലകളിൽ വഴി കാണാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കടം വാങ്ങുന്നത്. ജീവിതത്തിൻ്റെ അകത്ത് ചില പ്രത്യേക മേഖലകളിൽ ഫ്യൂച്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്ന സമയത്താണ് നമ്മൾ കടം വാങ്ങുന്നത്. അപ്പനും അമ്മ എന്നാ ചെയ്യും? മക്കളല്ലേ, കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യും? കടം വാങ്ങും. പ്രിയമുള്ളവരെ, പക്ഷേ ഇന്ന് രാത്രികാലം ഏതെങ്കിലും ഭാവി സംബന്ധമായ വിഷയത്തിൻ്റെ അകത്ത് അനിശ്ചിതത്വത്തിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ അനുഭവത്തിൽ ഞാനൊരു കാര്യം കൈമാറാം. ദൈവസന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കാൻ തയ്യാറാണ്. ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈ മടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരു മനുഷ്യൻ്റെ മുന്നിൽ കൈ നീട്ടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാനത് പറയാൻ കാരണം, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുള്ളത്, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് 4 ലക്ഷം രൂപ ഫീസ് വരും. 4 ലക്ഷം രൂപ ഫീസ് വരുന്ന ആ സാഹചര്യത്തിൽ എൻ്റെ അക്കൗണ്ടിൽ അന്നുള്ളത് 2000 രൂപ. ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ അമ്മയും ഇതിൽ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു നമ്മൾ പശുവിനെ കൊടുക്കാം. ഞാൻ പറഞ്ഞു പശുവിനെ കൊടുക്കേണ്ട, വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ചാൽ ബാക്കി കാര്യം ഓക്കെ ആവും. ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ അവിടെ നിന്ന് അവർ ഓൺ ദ സ്പോട്ടിൽ 2 ലക്ഷം രൂപ കുറച്ച് 1 ലക്ഷം രൂപ സ്കോളർഷിപ്പ് തന്നു. അതിനുശേഷമായിട്ട് അവർ തന്നെ ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി 2 വർഷം. അതുകൊണ്ട് ഞാനിപ്പോൾ ഒഡീഷയിൽ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ക്ലാസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ല, ഒരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തില്ല. അതിനു മുമ്പ് ഇൻ്റർവ്യൂവിൽ ആ കോളേജിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് 2 വർഷത്തെ പ്ലേസ്മെൻറ്റും 1 ലക്ഷം രൂപ സ്കോളർഷിപ്പും സഹിതം എന്നെ അവിടെ ദൈവാത്മാവ് പഠിപ്പിക്കാനിടയാക്കി. എന്തിനാ പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ദൈവം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെയും കാണാത്ത ദൈവം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ അതിനുശേഷമായിട്ട് ഏകദേശം 1 ലക്ഷം രൂപ ബാലൻസ് ഫീസുണ്ട്. ബാലൻസ് ഫീസിൽ ഏകദേശം ഒരു 15,000 രൂപയുടെ അടുത്ത് ഞങ്ങൾ മാനേജ് ചെയ്തു. അതും ഞങ്ങളുടെ കയ്യിൽ നിന്ന് അധികം പോയിട്ടില്ല. ബാക്കിയൊരു 85,000 രൂപയുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം എന്ത് ചെയ്തു? മറ്റൊരു വ്യക്തിയെ നാട്ടിലോട്ട് അയച്ചു. അവർ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന സമയത്ത് അവർ പറഞ്ഞു, നിന്റെ ഫീസ് ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഇപ്പം എങ്ങനെ ഇരിക്കുന്നുണ്ട്? അതാ ഞാൻ പറഞ്ഞത്, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു കാര്യം ഞാൻ കൈമാറാം. അന്ന് തൊട്ട് ഇന്ന് വരെ എന്നല്ല, അതിന് മുമ്പ് തൊട്ട് ഈ നിമിഷം വരെ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുന്നിലും തല കുനിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ജീവിതത്തിൽ ഏതൊക്കെയോ മേഖലകളുടെ അകത്ത് നമ്മൾ ഇന്നും കരം നീട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പരിപാടി നിർത്തിയിട്ട് മുട്ടുമടക്കാൻ തയ്യാറാകുന്നെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇറങ്ങും. ഒരു അനുഭവ സാക്ഷി കൂടി എൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നിന്ന് നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു പാൻറ് കണ്ടു, ഒരു ജീൻസ്. അപ്പോൾ ബർത്ത്ഡേക്ക് അമ്മ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ, പാൻറ് എടുത്തോ, ഒരു ഷർട്ടും എടുത്തോ. ഞാനൊരു ടീഷർട്ടൊക്കെ എടുത്തു. പാൻറ് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ 900 രൂപ. അപ്പം ഞാൻ എന്ത് ചെയ്തു? നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? സാരമില്ല, കുറച്ചും കൂടെ നല്ലത് കിട്ടുമെന്ന്, കുറച്ചും കൂടെ വില കുറഞ്ഞത് നാട്ടിൽ പോയി വാങ്ങാൻ വിചാരിച്ചാൽ അത് അവിടെ തന്നെ വെച്ചു. പക്ഷേ ഹൃദയത്തിലെ ആഗ്രഹത്തെ കാണുന്നൊരു ദൈവം ഉണ്ടായിരുന്നു. നാട്ടിൽ ചെന്നപ്പോൾ അളിയനെ കുടുംബം അഭിമാനത്തോടെ ഞാനത് പറയുക, അവർ ഗിഫ്റ്റായിട്ട് ഒരു പാൻറ്റും ഷർട്ടും തന്നു. അതിന് 7,000 രൂപ. 3,500 രൂപ പാൻറ്റിന്, 3,500 രൂപ ഷർട്ടിന്. ജീവിതത്തിൽ ആദ്യമായിട്ട് അത്രയും വിലയുള്ള ഷർട്ട് ഞാനിടുന്നത്. എന്തിനാ പറഞ്ഞത്? 900 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ, 900 രൂപയുടെ ഒരു കാര്യം കണ്ടിട്ട് ഞാനത് മാറ്റി വെച്ചപ്പോൾ ആ കാര്യം മാറ്റി വെച്ചപ്പോൾ എൻ്റെ ഹൃദയം കണ്ടത് ആരാ? ദൈവം. ഗ്രാജുവേഷൻ ഇതേ സംഭവം തന്നെയാണ്. ഗ്രാജുവേഷൻ ഞാൻ ലിസ്റ്റൊക്കെ എഴുതി ഇങ്ങനെ വെച്ചേക്കുക. കർത്താവെ പുതിയ ഡ്രസ്സ് വേണം, കാര്യങ്ങളൊക്കെ വേണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനതങ്ങ് വെട്ടി. കാരണം നോക്കിയപ്പോൾ ഷർട്ടുണ്ട്. പക്ഷേ ഞാൻ വെട്ടിയാലും ദൈവം മറക്കത്തില്ല കേട്ടോ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? എനിക്ക് ഗ്രാജുവേഷന് പുതിയ ഷർട്ട് തന്നെ, എൻ്റെ മമ്മി ഇവിടെ ഇരിക്കുന്നുണ്ട്, അമ്മയുടെ അനിയത്തിയാണ്, അദ്ദേഹത്തിലൂടെ ഒരു പുതിയ ഷർട്ട് വാങ്ങി തരാനിടയായി തീർന്നു.
കൂടാതെ ഇതേ അളിയൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു 2500 രൂപ വരുന്ന ഷർട്ട് വാങ്ങി തരാൻ ഇടയായിരുന്നു. ഇത് പറഞ്ഞത് കണക്കിൻ്റെ പെരുപ്പം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഞാനെന്തോ വലിയ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. മുട്ടുമടക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവം ഉണ്ടെന്ന്. ഒരുത്തൻ്റെ മുന്നിലും കടം ചോദിക്കാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. ഒരു വ്യക്തിയുടെ മുന്നിലും കടം ചോദിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഇന്ന് നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. എന്തെന്നറിയാമോ? അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചൊരു കാര്യമുണ്ട്. ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നമ്മളാരും ദുഷ്ടന്മാരല്ലല്ലോ, ഇവിടെ ഇരിക്കുന്ന ആരും ദുഷ്ടന്മാരല്ല എന്നൊരു ബോധ്യം എനിക്കുണ്ട്. ഇന്ന് രാത്രികാലം പറയുവാനൊരു പ്രാഗൽഭ്യം ഉണ്ടാകണം. എൻ്റെ അപ്പൻ ആർക്കും കടക്കാരനല്ലെന്ന്, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ലെന്ന്. അതുകൊണ്ടാണ് ആ സങ്കീർത്തനത്തിൻ്റെ തുടക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. 3-ാമത്തെ വാക്യം, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അടുത്ത വാക്ക്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. യഹോവയെ തന്നെ രസിച്ചാൽ എന്തോ അതിൻ്റെ ഗുണം? അങ്ങനെ ചെയ്താൽ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിനക്ക് തരുമെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, സങ്കീർത്തനം 20-ാം അധ്യായത്തിൽ പറയുന്ന ഒരു പദമുണ്ട്. ആ പദം വളരെ മനോഹരമാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവാത്മ ഒത്തിരി പഠിപ്പിച്ചൊരു കാര്യമാണ്. അവിടെ പറയുവാണ്, അതിൻ്റെ 4-ാമത്തെ വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. അതല്ല എൻ്റെ വിഷയം. അതെങ്ങനെയാണ് നിവർത്തിക്കുക? അതാണ് 5-ാമത്തെ വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ അതൊന്നും വലിയ രീതിയിൽ ഗൗരവമാക്കാത്തൊരു വിഷയം. പക്ഷേ ഈ സ്റ്റഡിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ ദൈവാത്മാവ് സംസാരിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും. അംബാനിയുടെ നാമത്തിൽ കൊടി ഉയർത്തുന്നതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അത് സുക്കർബർഗിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തുന്നതാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവരൊക്കെയാണല്ലോ ഇന്നത്തെ ഹീറോസ്. പലരുടെ അക്കൗണ്ട് നിറയ്ക്കണമെങ്കിൽ ഇവരൊക്കെ വിചാരിക്കണം. പക്ഷെ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അക്കൗണ്ട് നിറയ്ക്കണമെങ്കിൽ ഇവന്മാരാരും ചിന്തിക്കേണ്ട, ദൈവം വിചാരിച്ചാൽ മതി. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ കൊടി ഉയർത്തും. ഞാൻ അവിടെ നിന്നൊരു കാര്യം, വളരെ വ്യക്തമായൊരു മർമ്മം കൈമാറാൻ വേണ്ടി ആഗ്രഹിക്കും. വേറെ ഏതെങ്കിലും നാമത്തിൽ നമ്മൾ കൊടി ഉയർത്തിയിട്ടുണ്ടോ? കൂട്ടുകാരുടെ നാമത്തില, വീട്ടുകാരുടെ നാമത്തില, സഭയിലെ പാസ്റ്ററുടെ നാമത്തില. അവരെന്നെ എനിക്കൊരു കഷ്ടത വരുമ്പോൾ സഹായിക്കും. സഹായിക്കുന്നവരുണ്ട്. എത്ര പേർ? ഇതേ സഹായിക്കുന്നവർ നാളെ എന്ത് പറയും? കണക്കും പറയും. അങ്ങനെ കണക്ക് കേട്ട പലരും ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് കൃത്യമായിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രിക്കാലം ഒരു കാര്യം തുറന്ന് സംസാരിക്കാം. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്നത് നമ്മളെടുക്കുന്ന തീരുമാനം. മനുഷ്യൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് വലിയ ചമ്മലൊന്നും തോന്നത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം കൈമാറട്ടെ പ്രിയമുള്ളവരെ, എന്നാൽ ദൈവത്തിൻ്റെ മുന്നിൽ, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുന്നിൽ കൈ നീട്ടുന്ന സമയത്ത് നമുക്ക് ചമ്മലിൻ്റെ ആവശ്യമില്ല. അത് നമ്മുടെ അവകാശം എന്നൊരു ബോധ്യം ഉണ്ടാകണം. പലർക്കും അതൊരു ചമ്മലാണ്. ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ സഹോദര സഹോദരി, അവരുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ എവിടേക്ക് വരും? കർത്താവെ, ഞാനൊരു സ്പെഷ്യൽ പ്രാർത്ഥനയിലാണ്. കർത്താവെ, ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ വിളിക്കാനുള്ള പരിപാടിയാണ്. എന്തിനാ? ആ നേരത്തെ നടക്കാത്ത കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു പ്രാർത്ഥനയാണ്. അതെല്ലാം മാറ്റിയിട്ട് കൊടി ഇന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഉയർത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദമുണ്ട്. അമേൻ. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ കൊടി ഉയർത്തും, യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കും. ഏതെങ്കിലും അപേക്ഷയല്ല, കൊടി ദൈവത്തിൻ്റെ നാമത്തിലാണ് ഉയർത്തുന്നതെങ്കിലാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണെങ്കിലാണ്. ഈ രാത്രികാലം അമേൻ ചില ഭാരങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയമുള്ളവരോട് കൃത്യമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാനൊരു കാര്യം കൈമാറുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. എത്ര വലിയ ഭാരത്തോട് കൂടിയിട്ടാണ് ഇന്ന് രാത്രികാലം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിലും, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത ചില പ്രത്യേകമായ വിഷയങ്ങളിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്നതെങ്കിലും, ഇന്ന് രാത്രികാലം നമ്മുടെ വീടിനകത്ത് ഉയരേണ്ടത് നിരാശയുടെ കൂടിയല്ല. ഇന്ന് രാത്രികാലം നമ്മുടെ വീട്ടിൽ ഉയരേണ്ടത് ഡിപ്രഷന്റെ കൂടിയല്ല. ഇന്ന് രാത്രികാലം നമ്മുടെ വീട്ടിൽ ഉയരേണ്ടത് യഹോവ നിസി എന്ന് പറഞ്ഞുകൊണ്ട് അമാലേക്കിനെ തകർത്ത സമയത്ത് മോശ ഉയർത്ത കൊടിയ. അമേശ്വര, ഈ രാത്രികാലം ഉയരേണ്ടത് യഹോവ എന്ന കൊടിയ. ദൈവം എന്ന കൊടി ഏത് ഭവനം ഉയർത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷെ അനുഗ്രഹിക്കുമ്പോൾ ഈ പണം എങ്ങനെ ഉപയോഗിക്കേണ്ടത് നമുക്ക് അറിയത്തില്ല. എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്തേ, നമ്മളെല്ലാം ഒരു കമ്പനിയിലെ വർക്കേഴ്സ്. ഇന്ന് സാലറി വരും. ഇപ്പോൾ കൃത്യമായി പറഞ്ഞാൽ 9 മണിയായി. 9:02 ആകുമ്പോൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കെല്ലാവർക്കും ഈക്വൽ വേജസ് ആണേ. അപ്പോൾ എല്ലാവരുടെ അക്കൗണ്ടിലോട്ട് ഒരു 25,000 രൂപ വരും.
9 ആകുമ്പോൾ 25,000 രൂപ വരും. പ്രിയമുള്ളവരെ, അപ്പം നമ്മുടെ മനസ്സിലത്തെ ആദ്യത്തെ പ്ലാൻ എന്താ ഒന്ന് പറയാൻ പറ്റുമോ? 25,000 രൂപ ഇപ്പം കിട്ടിയ ഞാൻ എന്ത് ചെയ്യും? ഞാൻ നല്ല ഫുഡ് അടിക്കുന്ന 25,000 രൂപ ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ വന്ന് നമ്മൾ എന്ത് ചെയ്യും? എല്ലാവർക്കും വന്നു എന്ന് വിചാരിക്കുക. ദൈവം അങ്ങനെ തരട്ടെ. എന്താ ചിന്തിക്കുക? എന്തായിരിക്കും ചിന്ത? ആദ്യം പറഞ്ഞു. ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങും. ഓക്കെ, നല്ല ഉത്തരം. മറ്റു ഉത്തരങ്ങളുടെ പറഞ്ഞാട്ടെ. ഫസ്റ്റ് ദശാംശം മാറ്റി വെക്കും. നല്ല കാര്യം, നമ്മൾ അതിലോട്ട് വരുന്നുണ്ട്. യെസ്, വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? കയ്യിലാ കിട്ടണമെങ്കിൽ ആദ്യം ദശാംശം മാറ്റും. അക്കൗണ്ടിലാകുമ്പോ അക്കൗണ്ട് എല്ലാവരും കൊടുക്കും, പക്ഷെ അപ്പം മാറ്റം നടക്കൂല മാത്രം. ഓക്കെ, മറ്റു ഉത്തരങ്ങളുണ്ടോ? നല്ല ഉത്തരങ്ങള്. നമ്മുടെ അമ്മച്ചിമാരിങ്ങനെ സ്കോർ ചെയ്യും, അവരെ ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യും കേട്ടോ. നമ്മളെ യവനക്കാരൊക്കെ ഇങ്ങനെ നമ്മളെ തളർന്നിരിക്കല്ലേ, നമ്മളൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് ചില്ലായിട്ടിരിക്കുമെങ്കിൽ നല്ലതാണ്. 25,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പൊ ദൈവം സഹായിച്ചു. എന്നെ ആണ്ടി കേട്ടില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തും. യെസ്, നല്ല ആൻസറാ. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് കൈമാറാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുക. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നമ്മുടെ കയ്യിലോട്ട് ക്യാഷ് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊബൈൽ വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ വസ്ത്രം വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ ഫുഡും വാങ്ങാം, നമുക്ക് വേണമെങ്കിൽ EMI അയക്കാം, നമുക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം. പക്ഷേ ഇവിടെ ഈ പറയുന്ന ഒരു പോയിന്റ് ശ്രദ്ധിക്കണം. ആ പൈസ വന്നിട്ടുള്ള ആദ്യത്തെ 10 മിനിറ്റ് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണോ അതാണ് ശരി. നമ്മൾ ദശാംശം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ദശാംശം കൊടുക്കാനാണ് ആദ്യം തോന്നുക. അപ്പോൾ നമ്മുടെ മനസ്സിലൂടെ എന്ത് വരും? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കടം വാങ്ങിയ പൈസ, ആ EMI പറഞ്ഞ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേട്ടാ പൈസ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഞാൻ ആ പൈസ അങ്ങ് തരാം. ഒരു കാര്യം, ആദ്യത്തെ 10 മിനിറ്റ് ദശാംശം മാറ്റി വയ്ക്കുകയാണ്, നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദ്യത്തെ 10 മിനിറ്റാണ് തീരുമാനിക്കുന്നത് അതെങ്ങനെയാണ് മുന്നോട്ട് പോകാൻ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ, ഇതെല്ലാം യാദൃച്ഛികമാണെങ്കിൽ ദൈവാത്മാവ് കാണിച്ചു തരുന്ന ചില വീഡിയോസ് ആണോ. കഴിഞ്ഞ ദിവസം കണ്ടൊരു വീഡിയോ, ഒരു വ്യക്തിയെ മറ്റൊരാൾ ഉപദേശിക്കുകയാണ്. നിനക്കൊരു 1000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചല്ലോ, എല്ലാവരും വിചാരിച്ചല്ലോ, എല്ലാവരും 1000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ 1000 രൂപ കിട്ടുമ്പോൾ നീ എന്ത് ചെയ്യണം? 3 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, 1000 പോയിട്ട് 50 പോലും എടുക്കാനില്ലാതിരിക്കുമ്പോൾ ഞാൻ എന്തിനാ 3 അക്കൗണ്ട് തുടങ്ങുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, 3 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നാമത്തെ അക്കൗണ്ടിൽ ഒരു 600 രൂപ ഇടണം, രണ്ടാമത്തെ അക്കൗണ്ടിൽ ഒരു 300 രൂപ ഇടണം, ലാസ്റ്റിലെ അക്കൗണ്ടിൽ ഒരു 100 രൂപ ഇടണം. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്ത വളരെ അർത്ഥവത്തായ ഒരു ആശയമാണ് എൻ്റെ പ്രിയങ്ങളോട് ഞാൻ കൈമാറാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആ 600 രൂപ കൊണ്ട് നിനക്ക് വേണ്ടതായ തുണി, നിനക്ക് വേണ്ടതായ മറ്റു കാര്യങ്ങൾ, നിനക്ക് വേണ്ടതായ സകല കാര്യങ്ങളും അതിൽ നിന്ന് ചെയ്യുക. അടുത്തൊരു 300 കിടക്കുന്നുണ്ടല്ലോ, അത് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക. നല്ല കാര്യമാണ്, ടാക്സ് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. പക്ഷേ ഈ 900 രൂപ കൊണ്ടല്ല നിന്റെ ജീവിതത്തിൽ സന്തോഷം വരാൻ പോകുന്നത്. അപ്പോൾ പുള്ളി ചോദിച്ചാൽ അതന്നെ അങ്ങനെ? നീ മാറ്റിവെച്ച 100 രൂപയുണ്ടല്ലോ, ആ 100 രൂപയിൽ നീ ചിലത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി ചാരിറ്റിക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യുമ്പോൾ അവിടെയാണ് നിനക്ക് ഏറ്റവും അധികം നന്മ വരുന്നത്. 1000 രൂപയിൽ 900 രൂപ പോയി, പക്ഷേ ആ അനുഗ്രഹം വരുന്നത് ഏതിൽ നിന്നറിയാമോ? നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരോട് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി കൈമാറട്ടെ. നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി 1 രൂപ ദൈവനാമത്തിൽ കൈമാറിയിട്ടുണ്ടെങ്കിൽ ആ ദൈവം ആർക്കും കടക്കാരനല്ല. എൻ്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രത്യേകമായ മേഖലകളിൽ ആ 100 രൂപ കൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഒരു പ്രത്യേകമായ മേഖലയുടെ അകത്ത് അവിടെ ദൈവം നമുക്ക് വേണ്ടിയിട്ട് അത്ഭുതകരമായ കാര്യങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ഓർത്തോണം, അതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. അത് നമ്മൾ മാറ്റിവെച്ചത് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് നമുക്ക് എന്ത് വേണം? കൃത്യമായിട്ട് നമുക്കൊരു പ്ലാനിങ് വേണം. സാമ്പത്തികപരമായ ഈ ഒരു കാര്യങ്ങളകത്ത് നമുക്ക് വ്യക്തമായ ഒരു പ്ലാനിങ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇവിടെ നിന്ന് ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു സെക്ഷൻ്റെ അവസാന ഭാഗത്തോട് വരുമോ? ഒരുപാട് വിശ്വാസികൾ, ആ എഴുത്ത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു, ഒരുപാട് വിശ്വാസികൾ സാമ്പത്തികമായ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്നുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കും, കർത്താവേ
വീട് തരണം, കാറ് തരണം, വണ്ടി തരണം, നല്ല ഡ്രസ്സ് തരണം, നല്ല ഭാവി പങ്കാളിയെ തരണം. പ്രാർത്ഥിച്ച് ഒരു കുഴപ്പമില്ല, എല്ലാവരും കാത്തിരിക്കുക. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, എന്നാൽ ദൈവം പലരുടെയും സാമ്പത്തിക അച്ചടക്കത്തിനായി കാത്തിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ആ വാക്ക് ഞാനൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തിന് കാത്തിരിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവന് ഇത്ര രൂപ കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? ഈ ഓൺലൈനായിട്ട് കാര്യങ്ങൾ ബുക്ക് ചെയ്യുന്നതാണ് ഞാനൊന്നും എതിരല്ല. ഇപ്പോൾ ഈ ഓൺലൈൻ വന്നപ്പോൾ നമുക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ദോശമാവ് അടക്കം നമുക്ക് എവിടെ കിട്ടും? ഓൺലൈനിൽ കിട്ടും. നമ്മൾ എന്നാ ചെയ്യും? ജസ്റ്റ് ഒന്ന് അതിൽ ഓപ്പൺ ചെയ്യും. ആ ദോശമാവ് മാത്രം ആക്കണ്ടെന്ന് വിചാരിച്ച് കുറച്ചും കൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യും? വാങ്ങും. അപ്പോൾ അതിൻ്റെ താഴെ ഒരു പെട്ടെന്നൊരു കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, എക്സ്പ്രസ് ഡെലിവറി വിത്തിൻ 2 ഡേയ്സിനുള്ളിൽ നമുക്ക് കാര്യം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വരും? ഒരാവേശം വരും. ആവേശം വരുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല, സാമ്പത്തികപരമായ കാര്യങ്ങളാണ്. ആവേശത്തിലെടുക്കേണ്ട തീരുമാനമല്ല, സാമ്പത്തികപരമായ കാര്യങ്ങൾ. ദൈവം നമ്മളിൽ നിന്ന് എല്ലാവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലോട്ടാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ പ്രിയമുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ? അത് ഉറക്കം വന്ന് തൂങ്ങി പുള്ളിക്കാരൻ എപ്പോഴാണ് നിർത്തുക എന്നുള്ള രീതിയിലാണോ ഇരിക്കുന്നത്? ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാൻ പറ്റുമോ? മനസ്സിലാകുന്നുണ്ട്? ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഒന്ന് എന്തായിക്കോ, ക്യാമറയ്ക്ക് നോക്കാമെങ്കിൽ ഒന്ന് വേണമെങ്കിൽ ചാടിക്കോ, അല്ലെങ്കിൽ മൂക്കിലൊക്കെ വേണമെങ്കിൽ ഒന്ന് പിടിച്ചൊന്ന് നുള്ളിക്കോ. എല്ലാവരും ഓക്കെയാണെന്ന് ചിന്തിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ നമുക്ക് ഇന്ന് തീർക്കുവാൻ വേണ്ടിയിട്ടാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രിയമുള്ളവരായിരിക്കണം. നമ്മൾ ഈ കാര്യം വിട്ടുപോകരുത്. നമ്മളിൽ ദൈവം തരുന്ന ഏത് പണമാണെങ്കിലും അതിന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇത് ഇന്ന് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ വരും ദിവസം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അതായത് തിയോളജി ഓഫ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്. നമുക്ക് സാമ്പത്തികമായ അനുഗ്രഹം അതെങ്ങനെയാണ് ദൈവശാസ്ത്രപരമായിട്ടുള്ളത്, ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചില കാര്യങ്ങളോട് നമ്മൾ 3 പോയിൻ്റാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. സാമ്പത്തിക അനുഗ്രഹവും ദൈവശാസ്ത്രവും. നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം എന്നൊരു ചിന്ത നമുക്കുണ്ടാകണം. നമ്മളൊരു വാക്യം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് വായിക്കാം. പ്രിയമുള്ളവർക്ക് ആർക്കെങ്കിലും ഒന്ന് എടുത്തുവെങ്കിലും ഒന്ന് വായിക്കൂടെ നല്ലത്. ആവർത്തന പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ദൈവമാണ് സകലത്തിൻ്റെയും ഉറവിടം. നമുക്ക് വേണമെങ്കിൽ പറയാം, ദൈവമാണ് സമ്പത്തിൻ്റെ ഉറവിടം. വായിച്ചാട്ടെ, ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ദൈവമായ എന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. മതി. അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, ആദ്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഉറവിടം ആരാ? ദൈവം. നമുക്കത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ നമ്മൾ അയൽവക്കക്കാരുടെ അടുത്തോട്ട് ഓടിപ്പോകുന്നത്. പണ്ട് എലീശ ഒരു സഹോദരിയുടെ അടുത്ത് ചെന്നപ്പോൾ അവൾ ആദ്യം ചെയ്തത് എന്തുവാ? അയൽവക്കക്കാരുടെ അടുത്തോട്ട് ഓടിച്ചെന്നു. പക്ഷെ അവൾക്ക് കാര്യം മനസ്സിലായി, ഇതിലൂടെ ഒരു വിടുതലുണ്ടെന്ന് അവൾ കാര്യം മനസ്സിലാക്കിയപ്പോൾ അവളെ എന്ത് ചെയ്തു? വാതിലടച്ചു. ചില പ്രത്യേക മേഖലകളിൽ ഞാനൊരു കൃത്യമായ ദൈവശബ്ദത്തിൽ ഒരു കാര്യം കൂടി കൈമാറട്ടെ. ചില മേഖലയിൽ നമ്മുടെ മുമ്പാകെ പലരും വാതിൽ കൊട്ടിയടച്ചത് എന്തിനാണെന്നറിയാമോ? ചില പ്രത്യേക മേഖലയിൽ നമ്മൾ കൈ നീട്ടിയപ്പോൾ ആളുകൾ അത് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാം? അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്. എന്തിനെന്നറിയാമോ പ്രിയമുള്ളവരെ? ഇവിടെ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവമാണ് ഇതിൻ്റെ ഉറവിടമെന്ന് ദൈവത്തിന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമല്ലോ. മനുഷ്യരുടെ മുന്നിൽ കൈ നീട്ടിയിട്ട് അവിടെ പരാജയപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ്ടും നമ്മൾ മുട്ടുമടക്കിയപ്പോൾ എത്ര അനുഗ്രഹങ്ങളാണ് ദൈവം നമുക്ക് നൽകിയതെങ്കിൽ ഈ രാത്രിക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെങ്കിൽ അമേൻ പറഞ്ഞത് തിരിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ വിളിച്ചു പറയുവാൻ കഴിയണം, എൻ്റെ സമ്പത്തിൻ്റെ ഉറവിടം കർത്താവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഉറവിടം കർത്താവാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഉറവിടം കർത്താവാണ്, ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടികൾ നൽകിയത് എൻ്റെ കർത്താവാണ് എന്ന് ഇന്ന് രാത്രിക്കാലം നമ്മൾ ഉയർത്തുവാൻ തയ്യാറാകുന്നുവെങ്കിൽ എത്ര വലിയ വിഷയത്തിനകത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? ഗോഡ് ഈസ് ദ സോഴ്സ്. ദൈവമാണ് ഉറവിടം. അവിടെ ദൈവ ഉറവിടങ്ങൾ എന്ന് പറഞ്ഞിട്ടില്ല. സോഴ്സും റിസോഴ്സസും തമ്മിലുള്ള വ്യത്യാസം എന്തോ?
സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ടൊരു ഘടകം, റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചായിട്ട് വരുന്ന ഘടകം. നമ്മുടെ ദൈവത്തിന് ഒരു റിസോഴ്സസ് ആയിട്ടാണ് വെച്ചേക്കുന്നത്. എന്തുവാ? പട്ടിണി കിടക്കുമ്പോൾ കടം മാറ്റണം, സുഖമല്ലാതിരിക്കുമ്പോൾ ഡോക്ടർമാർ കൈവിട്ട ദൈവത്തിൻ്റെ അടുത്തോട്ട് ചെല്ലണം. പക്ഷെ ഞാനൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കട്ടെ. എത്ര വലിയ വിഷയമാണെങ്കിലും ആദ്യം ഉറവിടങ്ങളിലോട്ട് പോകുന്നതിന് മുമ്പ് ആദ്യം ഉറവിടമായ ക്രിസ്തുവിലോട്ട് പോകുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അത് രോഗമാണെങ്കിലും അത് സാമ്പത്തികമായ പ്രയാസങ്ങളാണെങ്കിലും അത് മാനസികമായ വെല്ലുവിളികളാണെങ്കിലും അതിൻ്റെ മധ്യ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കും. നമുക്ക് ഓപ്ഷനുകളായിരുന്നു അല്ലേ? ഞാനൊരു കാര്യം ശാന്തമായിട്ട് സംസാരിക്കട്ടെ. നമുക്ക് 2 പ്ലാനുകളാണ്. ദൈവം ഇത് ചെയ്താൽ ഓക്കെ, ദൈവം ചെയ്തില്ലല്ലോ. ദൈവം ചെയ്തില്ല, അപ്പോൾ നമുക്ക് പ്ലാനുണ്ട്. നമ്മുടെ ചില പ്ലാനുകൾ ഇന്ന് രാത്രികാലം മാറ്റണം കേട്ടോ. അമേൻസ്വരം ചെയ്യുന്നു. ദൈവം കളിപ്പിക്കാൻ നമ്മുടെ മുന്നിൽ ചെന്ന് നിൽക്കുന്ന ഒരു ബൊമ്മയല്ല. ദൈവത്തെ നമുക്ക് അങ്ങനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്രയോ തവണ ദൈവത്തെ കളിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാത്രികാലം ഈ സെക്ഷൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള തലത്തിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യം, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ദൈവത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ അവിടെ ഇന്ന് ദൈവത്തെ റീപ്ലേസ് ചെയ്യണം. നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ ദൈവത്തെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? ചില വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രാർത്ഥനാപായിൽ ദൈവത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? ചിലരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദൈവത്തെ റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ? ഒന്നാമത്തെ പോയിന്റ്, ആ പോയിന്റ് ആരും മറന്നു പോകരുത്. ദൈവമാണ് സകലത്തിൻ്റെയും ഉറവിടം. രണ്ടാമത്തെ പോയിന്റിലൂടെ ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് പോകട്ടെ. രണ്ടാമത്തെ പ്രത്യേകത, പണം മാത്രമല്ല അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പൊതുവെയുള്ള ചിന്താഗതിയാണ് പണം മാത്രമാണ് അനുഗ്രഹം. അതാണ് ഞാൻ തുടക്കത്തിൽ ആ ചോദ്യം ചോദിച്ചത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ മനസ്സിലാക്കണം. അനുഗ്രഹം എന്നുള്ളത് കേവലം പണം മാത്രമല്ല. നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 39:2. യഹോവ യോസേഫിനോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അവൻ കൃതാർത്ഥനായി മിസ്രൈമിനായ മതി. അതിന്റെ ഇംഗ്ലീഷ് ഒന്ന് ഞാനൊന്ന് വായിച്ചു തരാം. And the Lord was with Joseph, and he was successful and prosperous man. He was successful എന്ന് പറയുന്നത്, അതിന് കൂടെ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, പണം ഉള്ളത് കൊണ്ടാണോ ജോസഫ് സക്സസ് ആയത്? ആൻഡ് ഇത്രയേ ഉള്ളൂ. ദൈവം ജോസഫിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ജോസഫ് എന്ത് ചെയ്തു? കൃതാർത്ഥനായി. എന്ന് പറഞ്ഞാൽ അവിടെ പണമുള്ളത് കൊണ്ടല്ല, അധികാരമുള്ളത് കൊണ്ടല്ല ജോസഫ് ഇപ്പോൾ എവിടെ കിടക്കുന്നത്? കാരാഗ്രഹത്തിലാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആ മനുഷ്യൻ്റെ കൂടെ ദൈവം ഉണ്ടായപ്പോൾ ആ മനുഷ്യൻ സക്സസ് ആയെന്ന്. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ ചില കാരാഗ്രഹത്തിനകത്ത് നിന്ന് കിടക്കുമ്പോൾ ചിലതിൻ്റെ മുമ്പാകെല്ലാം മടഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാത്രികാലം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് വലിയ അക്കൗണ്ട് നിറയെ പണമില്ലേലും നമുക്ക് വലിയ വീട്ടിൽ കിടക്കാൻ പറ്റിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒഡീഷയിൽ ഇങ്ങനെ ഇരുന്ന് ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയ സമയത്ത് നല്ല പരിപ്പ് കറിയുണ്ട്. നമുക്ക് ഇവിടുത്തെ നോർത്ത് ഇന്ത്യയുടെ സ്പെഷ്യലാണല്ലോ, നല്ല ദാള് കറി. അപ്പോൾ ഇവിടെ ഒഴിച്ചാൽ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ അങ്ങ് ഒഴിക്കും. ചോറിൻ്റെ മുകളിൽ ഒഴിച്ചാൽ അത് എല്ലാ ഭാഗത്തൂടെ അതെന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. വേറെ കറിയുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അതൊരു മൂഡ് വരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമോ, ഈ ദാളും ഈ ചോറുമായിട്ട് ഇങ്ങനെ ഇരിക്കുമോ. ദൈവസേന ഞാൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, ഒരു പിടി ഭക്ഷണം പോലും കഴിക്കാത്ത ആളുകൾ ഇരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭക്ഷണം എനിക്ക് തന്നെ. എനിക്ക് നല്ല ചോറും കിട്ടി, നല്ല കറിയുണ്ട്. എനിക്കറിയത്തില്ല പ്രിയമുള്ളവർ, അന്ന് അങ്ങനെ പ്രാർത്ഥിച്ച ഭക്ഷണം കഴിച്ചപ്പോൾ അതുവരില്ലാത്ത ടേസ്റ്റാണ്. നമ്മുടെ ദാരിദ്ര്യത്തിലും നമ്മുടെ കഷ്ടതയിലും നമ്മുടെ താഴ്ചകളിലും നമ്മുടെ ഉയർച്ചകളിലും ഒക്കെ ഇന്ന് വിളിച്ചു പറയാൻ പറ്റണം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ. അതിലും വലിയ അനുഗ്രഹം ഒന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഇതേപോലെ ഇവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുമോ, നാട്ടിലെ ഭക്ഷണം കിട്ടിയെടുത്ത നാളായി. ദൈവത്തിൻ്റെ ഒരു കരുതലാണ്. അന്നൊരു ശനിയാഴ്ച ദിവസമാണ്. ഉച്ചയ്ക്കിരുന്ന് ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, നാട്ടിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, അന്ന് വൈകുന്നേരം നമ്മുടെ സാറിൻ്റെ ആൻറ്റി ഇവിടെയുള്ളൊരു പയ്യൻ്റെ കയ്യിൽ നല്ല ദോശയും നല്ല കറിയും കൊടുത്തുണ്ട്. ഞാൻ ചിന്തിക്കുമോ, ആഗ്രഹിച്ചത് വീട്ടിലെ ഫുഡ് കിട്ടണമെന്നാണ്.
അന്ന് രാത്രി തന്നെ കർത്താവ് എനിക്കത് നൽകി. എന്തിനാ പറഞ്ഞത്? കഷ്ടത വരുമ്പോഴാണ് നമ്മൾ പിറുപിറുക്കാൻ നോക്കുന്നത്, ദാരിദ്ര്യം വരുമ്പോഴാണ് നമ്മൾ ഏറ്റവും അധികം പിറുപിറുക്കുന്നത്. പക്ഷേ ആ കാരാഗ്രഹത്തിലും ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ കഷ്ടതയിലും ദൈവം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രിക്കാലം എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ പഠനത്തിലായിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാനൊരു കാര്യം കൃത്യമായിട്ട് സംസാരിക്കട്ടെ. ആ ദൈവം എല്ലാ കാലത്തും നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ആ ദൈവം സീസൺ മാറുന്ന ദൈവമല്ല, ആ ദൈവം മഴ പെയ്യുമ്പോൾ മാറുന്ന ദൈവമല്ല, ആ ദൈവം അമേൻ സുരഞ്ജന കാറ്റ് വരുമ്പോൾ മാറുന്ന ദൈവമല്ല, ആ ദൈവം എല്ലാ കാലത്തും നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മനുഷ്യർ മാറും മറക്കും, പക്ഷേ ദൈവം മാറത്തില്ല. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ് ഇത് എങ്കിൽ ഈ രാത്രിക്കാലം ഞാൻ ദൈവാത്മാവിൽ കൃത്യമായ ഒരു കാര്യം കൈമാറട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ വചനം ചുമന്ന ഒരു മനുഷ്യനും ലജ്ജിക്കുവാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ല. ഈ വചനം എടുത്ത ഒരു വ്യക്തിയും തല കുനിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രിക്കാലം പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയണം, ഈ ദൈവം എൻ്റെ ദൈവമാണെന്ന്, ഈ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന്, ഈ ദൈവം എന്നെ കാണുന്നുണ്ടെന്ന്, ഈ ദൈവം എന്നെ അറിയുന്നുണ്ടെന്ന് ഇന്ന് രാത്രിക്കാലം വിളിച്ചു പറയുവാൻ തയ്യാറാണെങ്കിൽ ജോസഫിന്റെ അനുഭവത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം അവൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ കൃതാർത്ഥനായി. അവിടെ പണം കൊടുത്തു എന്നൊന്നും എഴുതി വെച്ചിട്ടില്ല, അവിടെ നല്ല ഫുഡ് കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടില്ല, നല്ല വസ്ത്രം കിട്ടിയെന്ന് എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ദൈവം ഉണ്ടേ ജീവിതം വളരെ അനുഗ്രഹമാകും. രണ്ടാമത്തെ പോയിന്റ്, അനുഗ്രഹം എന്ന് പറയുന്നത് പണം മാത്രമല്ല. ഒന്നാമത്തെ പോയിന്റ് ആരും മറന്നു പോകല്ലേ. ഒന്നാമത്തെ പോയിന്റ്, ദൈവമാണ് സകലത്തിൻ്റെയും ഉറവിടം. രണ്ടാമത്തെ പോയിന്റ്, കേവലം അനുഗ്രഹം എന്നുള്ളത് പണം മാത്രമല്ല. മൂന്നാമത്തെ പോയിന്റിലോട്ട് നമ്മൾ കടക്കാൻ പോവുകയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിനെ സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറയും. സ്റ്റിവാർഡ്ഷിപ്പ്, അതിൻ്റെ മലയാളം അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതിലൂടെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഏകദേശം ഒരു കൺക്ലൂഷനിലോട്ട് നമ്മൾ വരുമോ. സ്റ്റിവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, കാര്യസ്ഥൻ, വിചാരകൻ, പരിചാരകൻ. 4 അർത്ഥങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റിവാർഡ്ഷിപ്പാണ്. ഈ വേർഡ് നമുക്ക് പല ആളുകൾക്കും ചിലപ്പോൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും, സ്റ്റിവാർഡ്ഷിപ്പ്. പക്ഷേ അതിൻ്റെ മലയാള അർത്ഥം എന്ന് പറഞ്ഞാൽ മേൽനോട്ടം വഹിക്കുക, കാര്യസ്ഥൻ, വിചാരകൻ, പരിചാരകൻ. നമുക്ക് 2 വാക്യങ്ങൾ ഇവിടെ വായിക്കണം. സങ്കീർത്തനം 24-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. അവിടെ പറയുക, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. യാക്കോബിന്റെ ലേഖനം 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. ഉയരത്തിൽ നിന്ന് വരുന്നു. ഇവിടെ പറയുന്നു ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ കൈവശമാക്കിയിരിക്കുന്ന സമ്പത്ത്, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന യാതൊരു കാര്യത്തിനും ഉത്തരവാദികൾ നമ്മളല്ല. അതിൻ്റെ മാനേജർ നമ്മളല്ല, ദൈവമാണ് അതിൻ്റെ എല്ലാം ഉത്തരവാദി. ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ ദൈവമാണ് ഇതിൻ്റെ എല്ലാം ഓണർ. നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുമോ? എന്താ ഏൽപ്പിച്ചേക്കുന്നത്? എടാ കുഞ്ഞെ, എൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുമോ? ഞാനൊരു കുറച്ചുകൂടെ ലളിതമാകുന്ന രീതിയിൽ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമ്മുടെ പ്രസന്നാൻ്റെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തൂടെ യാത്ര ചെയ്യുക. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, കർത്തദാസിന് ഒരു കാര്യം ചെയ്യണം, ഒന്ന് എൻ്റെ വീടൊന്ന് നോക്കണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ആൻറ്റി. അപ്പോൾ എൻ്റെ ചോദ്യം, ആ വീട് എൻ്റെ ആണോ അതോ പ്രസന്ന ആൻറ്റിയുടെ ആണോ? വീട് ആരുടെയാണ്? പ്രസന്ന ആൻറ്റിയുടെയാണ് വീട് അല്ലേ? പ്രസന്ന ആൻറ്റിയുടെയാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ തംസപ്പൊക്കെ ഒന്നും ഇടാണ്ടോ, കുഴപ്പമൊന്നുമില്ല. പ്രസന്ന ആൻറ്റിയുടെ വീടാണ്. ആൻറ്റി എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ ആൻറ്റി വരുന്നതിന് മുമ്പ് ഞാൻ ആ വീട് എന്ത് ചെയ്തു? വേറൊരാൾക്ക് മറച്ചു വിട്ടു. ഞാൻ പുള്ളിക്കാരൻ്റെ അടുത്ത് ഇത് എൻ്റെ വീടാന്ന് പറഞ്ഞ് ഞാൻ മറച്ചു വിട്ടു. ആൻറ്റി തിരിച്ചു വന്ന് ചോദിക്കുമ്പോൾ ആ വീട് അവിടെ കണ്ടില്ല, ആ വീട്ടിൽ വേറൊരു താമസിച്ച ആൻറ്റി എന്നാ പറയും? ഞാൻ അന്നേ പറഞ്ഞിട്ട് പോയതാ ഇത് എൻ്റെ വീടാണ്, ഈ പരിപാടിക്കാണെങ്കിൽ ഞാൻ ഇതിന് നിൽക്കത്തില്ലായിരുന്നു എന്നൊക്കെ ആൻറ്റി പറയും അല്ലേ? അത് ഏൽപ്പിച്ചിരിക്കുന്നതാണ്. നമ്മളെ ചില കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് മേൽനോട്ടം വഹിക്കാൻ മാത്രമേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. അതിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്തമില്ല. അത് അവിടെ പറഞ്ഞിരിക്കുന്ന 4 അർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പരിചാരകൻ. എന്താ പരിചാരകൻ എന്ന വാക്കിൻ്റെ അർത്ഥം?
ആ കാര്യങ്ങളെ പരിചരിക്കുക, ആ കാര്യങ്ങളെ നിയന്ത്രിക്കുക, ആ കാര്യങ്ങളെ കൂട്ടിച്ചേർക്കുക, ആ കാര്യങ്ങളെ ശരിയായ രീതിയിൽ നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ഈ സ്റ്റഡി ഞാൻ ഇവിടെ നിർത്താൻ പോവുക. ഇന്നത്തെ സെക്ഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കാൻ പോവുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതാ ചിന്തിക്കാൻ പോകുന്നത്. ദ വേൾഡ്സ് ഫസ്റ്റ് മാനേജ്മെന്റ് മോഡൽ ആൻഡ് ഫസ്റ്റ് മാനേജർ. ലോകത്തിലെ ആദ്യത്തെ മാനേജ്മെന്റും ലോകത്തിലെ ആദ്യത്തെ മാനേജറെയും കുറിച്ച് നമ്മൾ കർത്താവ് അനുവദിച്ച അടുത്ത ക്ലാസ്സിൽ പഠിക്കും. പക്ഷേ ഇന്ന് രാത്രികാലം 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകരുത്. ഒന്നാമത്തെ കാര്യം, ദൈവമാണ് എല്ലാത്തിൻ്റെയും ഉറവിടം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അനുഗ്രഹം എന്ന് പറയുന്നത് കേവലം പണം മാത്രമല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. നമ്മുടെ പൊതുവായിട്ടുള്ള ചിന്താഗതിയുടെ പണം മാത്രമാണ് അനുഗ്രഹം. പണം അനുഗ്രഹത്തിൽ ഒരു ഭാഗം മാത്രമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ പോയിന്റ്, ഇറ്റ് ഈസ് എ സ്റ്റിവാർഡ്ഷിപ്പ്. നമ്മളല്ല അതിൻ്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടെന്ന്. ഇന്ന് രാത്രികാലം എൻ്റെ പ്രിയമുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തത്തെ ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തോട്ട് മടങ്ങി വരികയാണെങ്കിൽ കർത്താവ് ചോദിക്കുന്നുവെങ്കിൽ, നിനക്ക് നൽകിയ താലന്തുകൾ എവിടെ? നിനക്ക് നൽകിയ കാഴ്ചപ്പാടുകൾ എവിടെ? നിനക്ക് നൽകിയ ദർശനങ്ങൾ എവിടെ? നിനക്ക് നൽകിയ ദൈവികമായ അനുഗ്രഹങ്ങൾ എവിടെയെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഈ രാത്രികാലം ചോദിക്കുന്ന സമയത്ത് അതിന് പറയുവാൻ ഒരു ഉത്തരമില്ല എങ്കിൽ നമ്മൾ കടക്കാരാണ്. ഈ രാത്രികാലം നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും മേഖലയുടെ അകത്ത് നമ്മൾ ദൈവത്തിന് കടക്കാരായിട്ട് മാറിയിട്ടുണ്ടോ? നമ്മൾ കടക്കാരെങ്കിൽ ആരോടും പറയണ്ട. ഈ രാത്രിക്കാലം ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് എന്നെ ഏൽപ്പിച്ച പല കാര്യങ്ങളും ഞാൻ എൻ്റെ കാര്യങ്ങളായി കണ്ടുപോയി. കർത്താവ്, ക്ഷമിക്കണം. അങ്ങ് തന്ന നല്ല കാഴ്ചപ്പാടുകളെ കർത്താവ് ഞാൻ എൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. കർത്താവെ, ക്ഷമിക്കണം. കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ടില്ല, തീ പോലെ കത്തുന്ന ഒരു ദിവസം വരാൻ പോവുക. ഇതിനെല്ലാം ഓരോരുത്തൻ ശരീരത്തിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം അവൻ പ്രതിഫലം നൽകുന്ന ദൈവത്തിന് മുമ്പാകെ ഇരിക്കുന്ന സമയത്ത് ഈ രാത്രികാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ കടങ്ങൾ വന്നു പോയിട്ടുണ്ട്. മനുഷ്യനോട്, ദൈവത്തോട്, സഹോദരി സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, ചർച്ചക്കാരോട് വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട് പല വ്യത്യസ്തമായ മേഖലകളിൽ കടം വന്നു പോയിട്ടുണ്ട്. ദൈവമാണ് ഉറവിടമെന്ന് മനസ്സിലാക്കാതെ പല മേഖലകളിലും തെറ്റിപ്പോയിട്ടുണ്ട്. കർത്താവ്, ഈ രാത്രികാലം എന്നെ കൂടെ ഒന്ന് ക്ഷമിക്കണമേ. നമ്മൾ ഈ രാത്രികാലം ഒരു പാട്ടിൻ്റെ ചില ഈരടികളെ ഒന്ന് പാടി സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുക. ആരും ലീവ് ചെയ്യരുത്. പ്രിയമുള്ളവരെ, ഇത്രയും സമയം നമ്മൾ നിന്നുവെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് ആ ഒരു സെക്ഷൻ കൂടെ അവസാനിപ്പിച്ച് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. പ്രിയ അഞ്ജു, പോസിബിൾ ആണെങ്കിൽ ഒരു പാട്ടൊന്ന് പാടാമോ? നമ്മൾ ഈ രാത്രികാലം കേട്ട വചനത്തിന് മുമ്പാകെ, ആർക്കും കടക്കാരനല്ലാത്തൊരു ദൈവത്തിന് മുമ്പാകെ ഈ രാത്രികാലമായിരിക്കുന്ന സമയത്ത് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ടൊരു സമർപ്പണഗാനം നമ്മൾ പാടുവാൻ വേണ്ടി പോകുകയാണ്. ആ സമയത്ത് നമ്മളെ തന്നെ ദൈവസന്നിധിയിലൂടെ പകരുവാനുള്ള സമയമാണ്. നമ്മളെ തന്നെ ദൈവസന്നിധിയിലൂടെ ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള സമയമാണ്. നമ്മളെ തന്നെ ദൈവസന്നിധിയിലൂടെ കർത്താവെ എന്നെ മുറ്റുമായി സമർപ്പിക്കുന്നു എന്ന് പറയുന്ന സമയമാണ്. ഒരുപക്ഷെ നിങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയിൽ കയറിയത്, ഒരുപക്ഷെ നിങ്ങൾ യാദൃച്ഛികമായിട്ടായിരിക്കാം, മറ്റുള്ളവരുടെ നിർബന്ധത്താലായിരിക്കാം. പക്ഷേ കൃത്യമായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഞാനൊരു കാര്യം കൈമാറട്ടെ. ഇവിടെ കയറിയ ആരും വെറുതെ കയറിയതല്ല. നമ്മളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട്. നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം നമ്മൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സമർപ്പണ കാലത്തോടെ നമുക്കായിരിക്കുമ്പോൾ പ്രിയ അഞ്ജു നമുക്ക് വേണ്ടിയിട്ടൊരു പാട്ടിൻ്റെ ചില ഈരടികളെ പാടുന്നതായി.